എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മക്കൾ കഴിയും മനസ്സിൽ കഴിയും അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, അരികിൽ സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. ഹല്ലേലൂയ സദയം തുടേണേ സുഖമായി
ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സന്തോഷത്തോടെ സ്തുതിക്കാം. ആരാധന. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. യേശുവേ ആരാധിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ തനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞു പോയ മെഴുതിരി
ഹൃദയം ഉരുകും നേരം യേശുവേ ആരാധന. എരിയും മെഴുതിരി പോലെ യേശുവേ ആരാധന. ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം ചേർന്ന് പാടാം. അരികിൽ വരേണേ സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ Praise the Lord. Praise the Lord. പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. കർത്താവേ, കർത്താവേ, അങ്ങ് ജീവനോടെ അങ്ങ് ജീവനോടെ കൃപാസനത്തിലും കൃപാസനത്തിലും എന്റെ മുന്നിലും എന്റെ മുന്നിലും ദിവ്യകാരുണ്യത്തിലെ ദിവ്യകാരുണ്യത്തിലെ എഴുന്നള്ളിയിരിക്കുന്ന എഴുന്നള്ളിയിരിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ സ്വർഗീയ നിമിഷങ്ങളിൽ കർത്താവേ, കർത്താവേ, എന്നെ എന്നെ വലിയ സ്വർഗീയ ദാനങ്ങളാൽ വലിയ സ്വർഗീയ അങ്ങയെ ദാനങ്ങളാൽ അറിയാൻ അങ്ങയെ അറിയാൻ അനുഭവിക്കുവാൻ അനുഭവിച്ച എന്റെ അനുഭവങ്ങൾക്ക് സാക്ഷിയായി മാറുവാൻ എന്നെ ഇപ്പോൾ വിശ്വാസം കൊണ്ട് പ്രത്യാശ കൊണ്ട് ദൈവസ്നേഹം കൊണ്ട് അഭിഷേകം ചെയ്യണം. ശ്രുതിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്നേഹം ത്യാഗമെന്നോദീ കുരിശിൽ മരിച്ചൊരു നാഥാ. സ്നേഹം ത്യാഗമെന്നോദീ കുരിശിൽ മരിച്ചൊരു നാഥാ. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം ബഹുമാനപ്പെട്ട വരേണേ സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. Praise the Lord. Hallelujah. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഈ നിമിഷങ്ങളിലെ ദിവ്യ കുർബാനയിലെ ഈശോ ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്ന സമയം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കനായിൽ എന്നതുപോലെ തൻ്റെ മാധ്യസ്ഥം തുടർന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു സമയമാണ്. നമ്മൾക്ക് കുറച്ച് ജീവിതത്തിലെ പല വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളും അനുഭവങ്ങളുണ്ടാവും. എന്ത് നമുക്ക് അച്ഛനെപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, എന്ത് നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളത് എങ്ങനെയാണ് അതിൽ നിന്ന് ആ വിഷയത്തിൽ നമ്മൾ എന്തുമാത്രം അത് നമുക്ക് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നത് പോലെ ദൈവഹിതപ്രകാരം ആ വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ഗ്രേസ്ഫുള്ളാകണത്, അതാണൊരു വിഷയം. ഇപ്പോൾ നമുക്ക് അച്ഛൻ എപ്പോഴും നിങ്ങൾ പറയാറുള്ളതാണ്, രണ്ട് കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നമുക്ക് ലഭിക്കും. എന്താണ് കിട്ടുന്നത്? ഒന്ന് കൃപ, രണ്ടാമത്തത് അനുഗ്രഹം. രണ്ട് കാര്യങ്ങൾ അല്ലേ? രണ്ട് കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണത്? എന്തുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ ലഭിക്കുമെന്ന് പറയാൻ കാരണം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരൊറ്റ കാര്യമാണ്. ദൈവത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാലും കുരിശിൻ്റെ വഴി നടത്തിയാലും ഉരുളി നേർച്ച നടത്തിയാലും വി ആർ ഗോയിങ് ടു ഗെറ്റ് എ സിംഗിൾ ഗ്രേസ്. എന്താണത്? നമുക്ക് 1 കൊറിന്ത്യൻസ് അച്ഛൻ ഇടക്ക് പറയുന്ന വചനങ്ങളാണ്. 1 കൊറിന്ത്യൻസ് 1:24. എന്താണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പം രണ്ട് കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കും. എന്ത് കിട്ടും? ഒന്ന് ജ്ഞാനം കിട്ടും, രണ്ടാമത്തെ എന്ത് കിട്ടും? ശക്തി. നിങ്ങളെപ്പോഴും ചോദിക്കുന്ന റിസൾട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കൊച്ചിന് അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വീടില്ല, അത് വീട് ആണ് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നത്. വീടല്ല കിട്ടുന്നത് നമ്മൾക്ക് കിട്ടുന്നത് വീടല്ല. ഇപ്പോൾ നമ്മുടെ കോശങ്ങൾക്ക് നമുക്ക് എന്താണ് നമ്മൾ കഴിക്കണത്? എന്താണ്?
കപ്പ അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നു. എന്നിട്ട് ചപ്പാത്തി ആയിട്ടാണോ നമ്മുടെ ശരീരത്തിന് ഉള്ളിലിരിക്കണത്? അല്ല, അത് മിനറൽസായിട്ടായിരിക്കണത്. അത് മിനറൽസാണ്. ഈ ചപ്പാത്തിയിലുള്ള ഗോതമ്പിലുള്ള പ്രോട്ടീൻ മെറ്റാബോളിസം സംഭവിച്ച് അത് ദഹനപ്രക്രിയ പച്ചന പ്രക്രിയയിലൂടെ അത് എൻ്റെ ഓക്സിജൻ ഉൾപ്പെടെ ഉള്ളത് ഡൈവേർട്ടാക്കി എടുക്കും. ഓക്സിജൻ പോലും അതിൽ നിന്ന് കിട്ടും നമുക്ക് പച്ചവെള്ളമൊക്കെ കുടിക്കുമ്പോൾ. അതുകൊണ്ടാണ് ആൾക്കാർ പറയണത് എന്നാ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല, ജ്യൂസോ പാലോ കുടിച്ചോ, പക്ഷേ പച്ചവെള്ളം കുടിക്കുമെന്ന് പറയും. അത് ഓക്സിജൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ബോഡിക്ക് ആവശ്യമായ മെറ്റാബോളിസം നടക്കണമെങ്കിൽ പോലും കോശങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിണ്ടറിൽ നമ്മൾ ശ്വസിക്കാൻ വേണ്ടി ഒരു മൗത്ത് പീസൊക്കെ വെച്ച് ശ്വസിക്കുകയാണ് ഓക്സിജൻ. അല്ല, നമുക്ക് ആവശ്യമായ ഓക്സിജൻ നമ്മൾ ശ്വസനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഭക്ഷണപാനീയങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലഭിക്കണത് ചിലപ്പോൾ കുടിക്കണത് നമുക്ക് പച്ചവെള്ളമായിരിക്കും കുടിക്കണത്, പക്ഷെ അതിൽ നിന്ന് കിട്ടണത് ഓക്സിജനും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ നമുക്ക് ലഭിക്കണ വീടല്ല, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നത് കുഞ്ഞുങ്ങളല്ല. ശരിക്കും പറഞ്ഞു ദൈവത്തിൽ നമുക്ക് അത് കുഞ്ഞുങ്ങളായി രൂപാന്തരപ്പെടുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ എല്ലാ വചനങ്ങൾക്കും. ഇപ്പം യോഹന്നാൻ 1:14 എന്താ പറയണത്? യോഹന്നാൻ 1:14 എന്നാ പറയണത്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അല്ലേ? ഒന്ന് പറഞ്ഞേ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ വചനത്തിന് എപ്പോഴും കൺവേർഷൻ, മെറ്റാബോളിസം സംഭവിക്കും, കൺവേർഷൻ ഉണ്ടാവും. എന്താണ്? വചനത്തിന് സ്പിരിറ്റിനെ മെറ്റീരിയലാകാൻ പറ്റും. സ്പിരിറ്റിന് മെറ്റീരിയലായിട്ട് അതിൻ്റെ മെറ്റീരിയൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീട് കിട്ടുക എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ റിസൾട്ടാണ്. പക്ഷെ നമുക്ക് വീടായിട്ട് ദൈവം ഇങ്ങനെ കെട്ടിയിറക്കി തരികയില്ല. ആകാശത്തുനിന്ന് ഒരു വീട് കെട്ടിയിറക്കി തരികയില്ല. നമുക്ക് ലഭിക്കണത് എന്താണ്? അതിൻ്റെ ആ ദൈവം നമുക്ക് തരണത് ഒന്നെങ്കിൽ ദൈവത്തിന് 2 കാര്യം നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഇപ്പം 1 കൊരിന്ത്യസ് 1:24 എന്താ നമ്മൾ കണ്ടത്? യേശുക്രിസ്തു എന്താ? ആരാണ്? ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും. അപ്പോൾ 2 ഫാക്കൽറ്റിയിൽ 2 റിസൾട്ടാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ദൈവത്തിൽ നിന്ന്. എന്താ കാര്യം? ദൈവത്തിലുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിൽ എന്തുണ്ട്? 2 കാര്യങ്ങൾ ദൈവത്തിലുണ്ട്. ദൈവത്തിൽ ജ്ഞാനമുണ്ട്, ദൈവത്തിൽ ശക്തിയുണ്ട്. എന്താ സംഭവിച്ചാൽ ഒരേ സമയം തന്നെ ജ്ഞാനമെന്ന് പറയണത് എന്താണ്? ഈ നമ്മളെ തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഞാൻ അതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. വെറുതെ കൂട്ടി മരത്തരം കാണിച്ചതല്ല ദൈവികമായ കാര്യങ്ങളോട്, മറിച്ച് വർഷങ്ങളായിട്ട് ജനങ്ങളെ ധ്യാനിപ്പിക്കുമ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം ഇഫക്റ്റ് ചെയ്യണ സമർപ്പണത്തിലാണ്. വിശ്വാസം ഉണ്ടായാലും നിങ്ങൾക്ക് സമർപ്പണമില്ലെങ്കിൽ ഒരു കഥയുമില്ല. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? മലക്കന്മാരുടെ ഭാഷ സംസാരിക്കാം, സ്നേഹമില്ലെങ്കിൽ ശൂന്യമാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് സമർപ്പണമെന്ന് പറയണത്. കാര്യം സമർപ്പണത്തിന് സ്നേഹം വേണം. സമർപ്പണം വെച്ചാൽ ഒരു സ്നേഹം തിയറട്ടിക്കലായിട്ട് നമുക്ക് സ്നേഹം ഉണ്ടാകാം. പക്ഷേ പ്രാക്ടിക്കൽ ലവ് എന്ന് പറയുന്നത് സമർപ്പണമാണ്. അത് നിങ്ങളത് കുറച്ചുകൂടി ധ്യാനിക്കുമ്പോൾ എനിക്കത് മനസ്സിലാകും. എല്ലാവർക്കും എല്ലാവരോടും എല്ലാത്തിനോടും എല്ലാം നമുക്ക് ഇപ്പോൾ പ്രപഞ്ചത്തിനോടും പരിസ്ഥിതിയോടും ബന്ധുക്കളോടും സ്വന്തപ്പെട്ടവരോടും എല്ലാം നമുക്ക് സ്നേഹം ഉണ്ടാകാം. പല സ്നേഹങ്ങളും തിയറട്ടിക്കലാണ്. പരിസ്ഥിതിയോട് നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഒരു പാമ്പ് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ അടിച്ചു കൊല്ലും. ദാറ്റ് മീൻസ് ദിസ് ഇസ് സിമ്പിൾ, വെരി സിമ്പിൾ. ദാറ്റ് മീൻസ് നമുക്ക് പരിസ്ഥിതിയോട് സ്നേഹമാണെന്ന് പറയുന്നു, പക്ഷേ ഒരു പാറ്റ, ഇപ്പോൾ സായിപ്പിനൊക്കെ പാറ്റ എന്ന് പറഞ്ഞാൽ അവർ 4 കാലം വീണ് ഓടും. ഭയങ്കര പരിസ്ഥിതിയും ജീവജാലങ്ങളോടൊക്കെ റവണസൊക്കെ പറയുമെങ്കിലും ഒരു പല്ലിയെ കണ്ടാൽ അവൻ അപ്പം തന്നെ സൈക്കോയായി മാറും സായിപ്പ്. അതാണ് സംഭവം. അപ്പം അവിടെ എന്തോ ഒരു ചെറിയൊരു എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് തിയറട്ടിക്കലി ഓക്കെ സ്നേഹമാണ്, പക്ഷേ വെൻ കം ടു ദി പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ഫെയിലിയറായി പോകും.
നമ്മൾ പല്ലിയെ കൊല്ലും, പാറ്റയെ കൊല്ലും, പാമ്പിനെ കൊല്ലും എല്ലാം. അപ്പം നമ്മൾ ഉടനെ സൈക്കോയായി മാറും. ഇത് ഈ വിഷയമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, സ്നേഹം ആണെങ്കിലും സമർപ്പണത്തിലാണ് ആ വിഷയം ഇരിക്കണമെന്നുള്ളത്. ഇത് അമ്മയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടണതാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ പാഠം പഠിച്ചിട്ടില്ല, സത്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്താ കാര്യം? അമ്മയെന്ന് പറയുന്ന ആ ഒരു സംഭവം പൗലോസ് അപ്പോസ്തലൻ കണ്ടിട്ടില്ല. അത് കണ്ടിരുന്നെങ്കിൽ പൗലോസിൻ്റെ ലേഖനങ്ങളും ഇങ്ങനെ വരത്തില്ല. കാര്യം ഇത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ലേഖനങ്ങൾ പൗലോസിൻ്റെ ആണ്. വിശുദ്ധ പൗലോസിൻ്റെ കൊണ്ടാണ് സഭ ആത്മീയ സ്പിരിച്വാലിറ്റി ഓഫ് ദി ചേർച്ച് അത് പ്രൊമോട്ട് അത് രൂപപ്പെട്ട് വരുന്നതും അത് കൈമാറ്റം ചെയ്യുന്നതും പഠനങ്ങൾ നടക്കുന്നതും എല്ലാം പൗലോസിൻ്റെ ആണ്, പൗലോസും യോഹന്നാനും. പക്ഷേ എപ്പോഴും പൗലോസ് പരിശുദ്ധ അമ്മയെ കൂടി കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ഓർത്തു പോകും. എന്താ കാര്യം വെച്ചാൽ ഈ സമർപ്പണം എന്നുള്ള സംഭവം സ്നേഹത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഇവിടെ വെളിപ്പെടുത്തിയത് ആരാണ്? അമ്മയാണ്. അത് ജ്ഞാനമാണ്. നമ്മളെപ്പോഴും ലുത്തീനിയായി പറയും മേരി സീറ്റ് ഓഫ് വിസ്ഡം എന്ന് പറയും. എന്താണ് പറയുന്ന ആളിനും അറിയാൻ പാടില്ല, എഴുതിയ ആളിനും അറിയാൻ പാടില്ല. വാട്ട് ഇസ് ദാറ്റ്? സീറ്റ് ഓഫ് വിസ്ഡം. അവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ഈ ബോധജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും. എന്ത് പറയും? മലാഖയിലൂടെ എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറയും. അപ്പോൾ ഉടനെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഉള്ളത് ജ്ഞാനമാണ്. ഈ കൊടുത്ത പോയിൻ്റ് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ലൂക്ക 1:35 ഇതെങ്ങനെ സംഭവിക്കും? ഒരു കാര്യം എങ്ങനെയാണ് സംഭവിക്കണത്? ലോകത്ത് എങ്ങനെയാണ് വചനം മാംസമാകണത്? എങ്ങനെയാണ് സ്പിരിറ്റ് മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യണത്? അത് അമ്മ ചോദിച്ചത്. എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതിന് മറിയം കൊടുക്കുന്ന ഉത്തരം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പൊ എന്തോ ഒരു പ്രവർത്തനമുണ്ട് അവിടെ, അല്ലേ? ഈ പ്രവർത്തനമാണ് വീടായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഈ പ്രവർത്തനമാണ് മക്കളില്ലാത്തവർക്ക് മക്കളായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഈ പ്രവർത്തനമാണ് ജോലി ഇല്ലാത്തവർക്ക് ജോലിയായിട്ട് മാറണത്. ഈ പ്രവർത്തനമാണ് സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനമായിട്ട് മാറുന്നത്. പക്ഷെ നമുക്ക് കിട്ടണ സമാധാനമല്ല, നമുക്ക് കിട്ടണത് എന്താണ്? അത്യുന്നതൻ്റെ ശക്തിയാണ്. പിടിയോ? അപ്പോൾ ദൈവത്തിൽ നമുക്ക് എന്താണ് കിട്ടണമെന്നുള്ളത് ആദ്യം അറിയണം. നിങ്ങൾ ഓർക്കരുത് വീട് കിട്ടി അല്ലെങ്കിൽ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത്. നിങ്ങൾക്ക് എന്ത് കിട്ടി? ദൈവത്തിൽ നിന്ന് എന്താണ് കിട്ടണ വ്യക്തിക്ക്? ശക്തിയാണ് കിട്ടുന്നത്. അതാണ്. അതായത് 1 കൊരിന്ത്യസിൻ്റെ നമ്മൾ കണ്ട 1:24 എന്താണ്? യേശുക്രിസ്തു ആരാണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. അപ്പോൾ ഒരേ സമയം തന്നെ ദൈവത്തിലുള്ള എന്താണുള്ളത്, പിതാവ് ദൈവത്തിൽ എന്താണുള്ളത്, പുത്രനായ ദൈവത്തിൽ എന്താണുള്ളത്, പരിശുദ്ധാത്മാവ് ദൈവത്തിൽ എന്താണുള്ളത്, അവർ സത്തയിൽ ഏകമാണ്, ഒരേ സത്തയാണ്. അപ്പോൾ പുത്രനിലുള്ള സത്ത തന്നെയാണ് പിതാവായ ദൈവത്തിലുള്ളത്. പിതാവായ ദൈവത്തിലുള്ള സത്ത തന്നെയാണ് പരിശുദ്ധാത്മാവിലുള്ളത്. ഇത് രണ്ടും ഇൻഫിനിറ്റ് ആയത് കാരണം 3 ഇൻഫിനിറ്റ് ഉണ്ടാകത്തില്ല, ഒറ്റ ഇൻഫിനിറ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്ന തൃത്വം പറയുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലളിതമായ ഒരു എന്താണ് പ്രതീകം അല്ലെങ്കിൽ എന്താണ് ഉദാഹരണം. ഞാൻ പറയാം, അത് ഐസ് കട്ട പോലെയാണ്. കാരണം എന്താ? ഐസ് കട്ട ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഐസ് കെട്ടുന്ന മുകളിലോട്ട് കുറേ ആവി പോകും, കുറേ വെള്ളം ഇറ്റിട്ട് താഴേക്ക് വീഴും, കയ്യിലൊരു ഐസ് കട്ട ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ്? ഈ പറന്നു പോണ ആവി എന്താണ്? അത് H2O ആണ്. 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയുമാണ്. താഴേക്ക് വീണ വെള്ളം എന്താണ്? അതും H2O ആണ്. കയ്യിരിക്കുന്ന കട്ട എന്താണ്? അതും H2O ആണ്. സത്തയിൽ ഏകമാണ്, പക്ഷേ 3 ആൾ ദൈവത്തിനെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പിതാവിലുള്ളത് എന്താണ്?
ജ്ഞാനമാണ്. എന്തിൻ്റെ ജ്ഞാനം? തിയറിയാണ്, സിദ്ധാന്തം. ഈ ഗോളങ്ങളെയൊക്കെ ഉണ്ടാക്കിയ തിയറിയാണ്, മനുഷ്യനെ ഉണ്ടാക്കിയ തിയറിയാണ്, ഒരു സൈഗോട്ട് വളർന്ന് കുട്ടിയായി മാറാനുള്ള തിയറിയാണ്. ദൈവത്തിൽ അനന്തമായ ജ്ഞാനമാണുള്ളത്, അനന്തമായ ജ്ഞാനം. ഈ അനന്തമായ ജ്ഞാനവും പിന്നെന്താ ഉള്ളത്? ഈ അനന്തമായ ജ്ഞാനം ഫലത്തിൽ വരുന്നത്, മാംസമാകണത് എപ്പോഴും എന്തുകൊണ്ടാണ്? ശക്തി കൊണ്ടാണ്, ശക്തി കൊണ്ടാണ്. അതിനാണ് എൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അതാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനവും ശക്തിയും ദൈവത്തിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ നമ്മളിലേക്ക് വരുന്നുവാണ് ഉടമ്പടി പറയണത്. ഉടമ്പടി എന്താ നമ്മളോട് പറയണത്? അതായത് ദൈവം ഒരേ സമയം തന്നെ ജ്ഞാനമാണ്, അതേസമയം ശക്തിയാണ്. ഈ ജ്ഞാനം അല്ലെങ്കിൽ ശക്തി എതിലേക്കാണ് വരണത്? മനുഷ്യനിലേക്കാണ് വരണത്, അവൻ്റെ ജീവിതത്തിലോട്ട്. അത് എങ്ങനെ എളുപ്പത്തിൽ വരാം? ഇപ്പോൾ ഒരു കറണ്ടാണ്, നമ്മൾ പ്ലഗിൽ കുത്തുന്നു. ഒരു കമ്പ് കൊണ്ട്, ഒരു മരക്കമ്പ് കൊണ്ട് കുത്തിയാൽ നമുക്കറിയാം അതിന് എന്തുമാത്രം ചാലകശക്തി ഉണ്ടെന്ന്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇതുകൊണ്ട്, സാധാരണ വേറെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൊണ്ട് അതിൽ കുത്തുമ്പോൾ എന്തുമാത്രം കറണ്ട് കിട്ടുന്നു. ഇനി ഒരു ചെമ്പ് കമ്പി കൊണ്ട് നമ്മൾ കുത്തുമ്പോൾ എന്തുമാത്രം കറണ്ട് കിട്ടുന്നു എന്ന് വെച്ചാൽ, മരിയൻ എന്ന് പറയണത്, ഉടമ്പടി എന്ന് പറയണത് മാക്സിമം പ്രസരണ നഷ്ടമില്ലാത്ത, സമയമെടുക്കാതെ എങ്ങനെ ഈ ജ്ഞാനവും ശക്തിയും നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മരിയൻ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ് ശരിക്കും. അതായത് ഒരു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും ഇതിൻ്റെ പ്രിൻസിപ്പിളും അമ്മയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ്. എന്താണ് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ, എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടല്ലോ, എല്ലാ വിഷയങ്ങളും വന്ന് ദുർഘട ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്, എങ്ങനെ സംഭവിക്കും? അപ്പോഴും ദൈവം പറയും. എന്താണ് പറയണത്? ദൈവം പറയണത് അത്തിനതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്നാണ് പറയണത്. അപ്പോൾ അത്തിനതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴേ ഈ ശക്തി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് മറിയത്തോട് പറയണില്ല. നിങ്ങളത് മനസ്സിലായോ? ഇപ്പോൾ ലൂക്കാ 1:35 ഇതെങ്ങനെ സംഭവിക്കും 1:34 ചോദിക്കുമ്പോൾ 1:35 പറയും അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന് പറയും. പക്ഷേ എങ്ങനെ പ്രവർത്തിക്കും? എന്ത് ചെയ്താൽ പ്രവർത്തിക്കും? എളുപ്പം പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രവർത്തിക്കണം എന്തുമാത്രം സമയമെടുക്കും? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന് എന്ത് ചെയ്യണം എന്ന് മറിയത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മറിയം പറഞ്ഞു, എന്താണ് ഇതെങ്ങനെ പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിൽ, ഈ അത്യുന്ന ശക്തി പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിൽ, വചനത്തെ മാംസമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മറിയത്തിന് ആത്മജ്ഞാനം കൊടുത്തു. ഇതാണ് ജ്ഞാനമെന്ന് പറയണത്. അതാണ് ജ്ഞാനം, തിയറി. അതിൻ്റെ തിയററ്റിക്കൽ സൈഡ് കൊടുത്തു. ആദ്യം അതിൻ്റെ തിയററ്റിക്കൽ പേപ്പർ കൊടുക്കും. എന്താ കൊടുക്കണത്? മറിയത്തിന് വെളിപ്പെട്ടിരിക്കണത് എന്താണ്? അങ്ങനെ നിനക്ക് അത്യുന്നതൻ്റെ ശക്തി ലഭിക്കണമെങ്കിൽ നീ സമർപ്പിക്കണം. അപ്പോൾ അതാണ് ജ്ഞാനം എന്ന് പറയുന്നതാണ്. മറിയത്തിന് ആരും പറഞ്ഞു കൊടുത്തതല്ല ഈ ജ്ഞാനം. മറിയത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയതാണ്. എന്താണ്? ഇങ്ങനെ അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം സമർപ്പിതയാകണം. പിടിയിട്ടില്ലേ? അതാണ് ഈ സ്നേഹത്തെക്കാൾ വലുത് സമർപ്പണമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇപ്പം കന്യാസ്ത്രീ മേഖലയിലും അഭിഷേക മേഖലയിലും സമർപ്പിത മേഖലയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളവരുണ്ട്. എന്താ കാര്യം? ഈ സമർപ്പണമാണ് പ്രോബ്ലം, വേറെ ഒന്നുമല്ല. ഇവർ അന്ന് സമർപ്പിച്ചിട്ടില്ല, ഇന്ന് സമർപ്പിച്ചിട്ടില്ല. എന്താണെന്നുള്ളത് ആകപ്പാടെ അവർക്കറിയാവുന്നവർ അവർ സ്ത്രീയാണെന്നുള്ളത് മാത്രമേ അവർക്കറിയാൻ പാടുള്ളൂ. വെറും സ്ത്രീയാണ് താനെന്ന് അറിയണ ആൾക്കാരാണ് ആ സ്ത്രീത്വത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ സഭയിലുണ്ടാക്കുന്നത്. വേറെ സ്ത്രീയല്ലല്ലോ. അമ്മയും ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ എന്തു ചെയ്യും? ഇന്നിപ്പോഴേ വിശുദ്ധ സെബസ്ത്യാനോസ് കൂടെ ഇറങ്ങിയിരിക്കുന്ന സമയമാണ് ഇല്ലേ? ഞാൻ എപ്പോഴും ഓർക്കുകയും സെബസ്ത്യാനോസിൻ്റെ രക്തം എങ്ങനെയാണ് വിശുദ്ധ രക്തമായെന്ന്. സാധാരണ രക്തമാണ് നമ്മുടെ ഉള്ളതെല്ലാം. പക്ഷേ
അത് വിശുദ്ധരത്വമായി മാറുന്നത് ഈ വിശ്വാസത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ പുരുഷത്വം അഭിഷേക പുരുഷത്വമായി മാറണത് എങ്ങനെയാണ്? കമ്മിറ്റ്മെൻറ്റാണ്. അത് അമ്മയ്ക്ക് ദൈവം നൽകിയ വെളിപാടാണ്. ഇതാണ് മേരി, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ സമർപ്പിതയാകണം എന്താ പറയുന്നത്? നീ സമർപ്പിതയാകണം. പക്ഷെ സമർപ്പിതയാകണമെങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പം നമ്മൾ കുർബാനക്കൊക്കെ ഇരിക്കുമ്പോൾ പണ്ടൊക്കെ ഞാൻ ചിരിക്കുമായിരുന്നു. എന്താണെന്നറിയാമോ? നമ്മൾ ഓരോ പള്ളിയിൽ ഓരോ കൊയറുണ്ടാകുമല്ലോ. അപ്പോൾ തന്നെ ഇങ്ങനെ കാസ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാസ എടുത്താൽ മതി. അപ്പോൾ തന്നെ ഇവർ പാടുന്നു, അതാ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാടും. എന്താണ്? എന്നെ സമർപ്പിക്കുന്നു, സർവ്വവും സമർപ്പിക്കുന്നു. ഇതെല്ലാം കള്ളത്തരവാണെന്ന് നമുക്കപ്പോഴറിയാം. ഈ ഒരു സമർപ്പണവും ഇല്ല, ആരെയും സമർപ്പിക്കണില്ല, ഒന്നും സമർപ്പിക്കണില്ലെന്നും അറിയാം. ഇനി എങ്ങാനും മരിപ്പ് കുർബാനക്കാണ് ഇവർ സമർപ്പിക്കുന്ന പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തില്ലെങ്കിൽ അവരാരാണ് നമ്മളറിയും. അപ്പോൾ ഇതൊക്കെ എല്ലാ അഭ്യാസങ്ങളാണ് ശരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, അമ്മ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞത് ഞാൻ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് ചങ്കക്കൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ സബ്ജക്റ്റ് ദൈവം ബേസിക്കായിട്ട് സത്തയിൽ അവൻ 1 കൊറിന്തോസ് 1:24 അനുസരിച്ചുകൊണ്ട് ജ്ഞാനവും ശക്തിയുമാണ്. എന്ന് വെച്ചാൽ ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിളാണ്. പിന്നെ എന്ത്? ശക്തി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രയോഗമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സിദ്ധാന്തമാണ്. സത്യം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രയോഗമാണ്. ഈ പ്രയോഗം എന്ന് പറയുമ്പോൾ പ്രയോഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്നുള്ളത് അമ്മയോട് ആരും പറഞ്ഞില്ല. ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, മേരി ഇത് പ്രയോഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ സമർപ്പിക്കണം. ഇങ്ങനെ നമ്മൾ സമർപ്പിച്ചോ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഇൻസിഡൻറ്റിലൂടെ ദൈവം എന്താണ് ചോദിക്കണത്? സമർപ്പിച്ചോ എന്താ ചോദിക്കണത്? ഇപ്പോൾ ഈ ദിവസങ്ങളിൽ 2 സാക്ഷ്യമുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഒരു ആഴ്ചയിൽ എങ്ങനെയായാലും 10, 300, 400 സാക്ഷ്യങ്ങളുണ്ടാവും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് 1-2 നമ്മൾ എല്ലാ ദിവസവും ഇടും. പക്ഷേ ഈ ദിവസങ്ങളിൽ കിടക്കുന്ന സാക്ഷ്യം 2 ഏതാണ്ട് ഒരേ വിഷയമാണ്. അതായത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താ? ഈ തലയൊക്കെ വലുതായി, അതുപോലെ കണ്ണൊക്കെ ചിറങ്ങി, മന്ദബുദ്ധിയായിട്ട്, പറയണതും കേൾക്കത്തില്ല, നമ്മളൊന്നും പറയത്തുമില്ല, ഭാഷ അറിയാൻ പാടില്ല, നടക്കത്തുമില്ല. ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ഭയങ്കരമായ ഒരു സങ്കടം പിടിച്ച ജന്മമാണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ച ഈ സാക്ഷ്യം 2 ഈ ഡൗൺ സിൻഡ്രോമിൻ്റെ സാക്ഷ്യം അടുത്തടുത്ത ദിവസങ്ങൾ വന്നപ്പോഴേ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്. നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ടത്. അതിൽ ഒരു സാക്ഷ്യം എന്ന് പറയണത് നിഷാന്ത് പാൽവയൽ, കണ്ണൂരാണ്. നിഷാന്ത് പാൽവയൽ, കണ്ണൂർ. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്, എനിക്ക് എന്നാണൊരു വീട് വെക്കാൻ പറ്റണത്? ഒരിക്കലും വെക്കാൻ പറ്റത്തില്ല. ഈ ഓട്ടോ ഓടിച്ച് ഞാൻ എന്ന് വീട്, ഏത് കാലത്ത് വീട് വെക്കാനാ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്? ഞാനിവിടെ ഒന്ന് ഉടമ്പടി ചെയ്തപ്പോൾ 1 വർഷം കൊണ്ട് അമ്മ എനിക്ക് വീട് തന്നു. പക്ഷേ വീട് വെച്ച സ്ഥലത്ത് വഴിയില്ലാഞ്ഞ് 3 മാസം കൊണ്ട് അതിലേക്ക് പഞ്ചായത്ത് സിമൻറ്റ് റോഡിട്ട് തന്നു. അപ്പം ഞാനോർക്കണം, ദൈവമേ ഈ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ, ദൈവമേ അങ്ങയുടെ അരൂപിയെ അയക്കുക, പൂമുഖം നവീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് നമുക്കൊരു പ്രാർത്ഥനയുണ്ട് ബൈബിളിൽ. ദൈവമേ അങ്ങയുടെ അരൂപിയെ അയക്കുക, പൂമുഖം നവീകരിക്കപ്പെടട്ടെ. അപ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഉടമ്പടിക്ക് സംഭവിക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതം അങ്ങോട്ട് മാറുകയാണ്, സെറ്റിൽ, അതായത് നേരെ സെറ്റ്. അതാണ് അവൻ ചോദിക്കുന്നത്. അവൻ കരഞ്ഞു പോണവരെ പറയണത്, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അതുകൊണ്ട് ഏത് കാലത്തും ഞാൻ വീട് വെക്കാനാണ്. അതുകൊണ്ട് ഞാൻ വന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ അത് സുന്ദരമായിട്ട് ചെയ്തെന്ന്. അതായത് 1.5 കൊല്ലം കൊണ്ട് ചെയ്ത്. പക്ഷേ അത് അയാളുടെ സാക്ഷ്യം. പക്ഷേ എനിക്ക് തോന്നിയത് അതിൽ വേറെ ഒരു സംഭവം അയാൾ പറയുന്നുണ്ട്.
കാരണം അയാൾക്ക് ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇയാൾ മലമുകളിലാണ് താമസിക്കുന്നത്. അയാൾക്ക് ഡൗൺ സിൻഡ്രോം ബാധിച്ച ഈ മന്ദബുദ്ധിയായ ബ്രെയിൻ വളർച്ചയില്ലാത്ത നടന്ന് പോകാത്തൊരു കൊച്ചുണ്ട്. ഈ പാവപ്പെട്ടവൻ ഈ മലമുകളിൽ നിന്ന് ഈ കുഞ്ഞിനെ, ഈ നടക്കാത്ത കുഞ്ഞിനെ ഈ തോളെ വെച്ചുകൊണ്ടാണ് മലയടിവാരത്തേക്ക് നടന്ന് വന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കണത്. ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്? അപ്പം അവനെന്നും അവൻ്റെ മനസ്സിൽ ഓർക്കും, ഈ കുഞ്ഞിനെയും ചുവന്നുകൊണ്ട് മലയിറങ്ങി വരുമ്പോൾ അവൻ ഓർക്കണത് എന്താണെന്ന് വെച്ചാൽ, മലയടിവാരത്തായിരുന്നൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടാതെ ജീവിക്കാമായിരുന്നു. കുഞ്ഞിനെ ചുവന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല, എനിക്ക് സ്കൂളിൽ കൊണ്ട് ആക്കാമായിരുന്നു. ഓരോ മനുഷ്യൻ്റെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകൾ നിങ്ങൾ നോക്കണം. ഓരോ മനുഷ്യൻ്റെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകൾ. അപ്പോൾ അപ്പോഴേ അവൻ തന്നെ ചിന്തിച്ചു, എനിക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഏത് കാലത്ത് സ്ഥലം മേടിച്ച് വീട് വെക്കാനാണ്. പക്ഷേ ഇതെല്ലാം പെട്ടെന്നാണ് നടക്കണത്. ഉടമ്പടി ചെയ്തു കൊടുത്തത് സ്കൂളുകാർ തന്നെ, താഴ്വാരത്തെ സ്കൂളുകാർ ഇവനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സ്ഥലം വേണമെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ചേട്ടൻ ഇതറിഞ്ഞ ഒരു ചേട്ടായി തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം അവന് കൊടുക്കും. ഇതെല്ലാം ഉടമ്പടിക്ക് ശേഷം നടക്കുന്ന സംഭവമാണ്. ഉടമ്പടി ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതുപോലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് മനുഷ്യൻ ഇന്നും ജീവിക്കണത്. നമുക്ക് വേണ്ടി എല്ലാമാണ് അമ്മ ചോദിച്ചത്, അതായത് ഇത് എങ്ങനെയാണ്, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഓട്ടോ ഓടിച്ച് ഞാൻ എങ്ങനെ വീട് വെക്കും, ഇതെങ്ങനെ സംഭവിക്കും, അതാണ് ചോദ്യം. ഓട്ടോ ഓടിച്ച് ഞാൻ എങ്ങനെ. പക്ഷേ ആ കണ്ണൂരിന്ന് അവൻ അതുകൊണ്ട് ഇല്ലാത്ത കാശുണ്ടാക്കി അമ്മയെ കാണാൻ വേണ്ടി വന്നു, ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ഇതെങ്ങനെയാണ് സംഭവിക്കണം എന്നുള്ളത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്, അവൻ്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇപ്പം പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷ്യം നിങ്ങളവിടെ നോക്കണം, നല്ലൊരു സാക്ഷ്യമാണ്, പെട്ടെന്ന് നോക്കിക്കളയരുത്. ഇതിലെല്ലാം ദൈവം എന്തുമാത്രം കാരുണ്യം കാണിച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാകും. അവൻ്റെ കുഞ്ഞിപ്പം നടക്കാൻ തുടങ്ങി. അവൻ്റെ വീട് താഴെ കൊണ്ടുവന്ന് അവൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു, വീട് കൊടുത്തു, അവൻ്റെ കുഞ്ഞിനെ നടത്തി. അപ്പം ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നതേ, ഈ നിശാന്തിൻ്റെ ജീവിതത്തിൽ 2 ഘട്ടമുണ്ടായി. എന്ത് ഘട്ടമാണുള്ളത്? ഒന്ന് കൃപയുടെ ഘട്ടം, രണ്ടാമത്തത് അനുഗ്രഹത്തിൻ്റെ ഘട്ടം. ജനങ്ങൾ ഇപ്പം നിശാന്തിൻ്റെ ജീവിതത്തിൽ 2 ഘട്ടമുണ്ട്. ഒന്നെന്താണ്? ഒന്ന് കൃപയുടെ ഘട്ടം. അതായത് ഏതാണ്? ദൈവത്തിൻ്റെ ശക്തി ഇവനിലേക്ക് വരുന്ന. ഇപ്പം കുഞ്ഞിനെ കൊണ്ട് ചുമന്നുകൊണ്ട് വരികയും, ഇപ്പം ചുമന്നുകൊണ്ട് വരുമ്പോൾ അവൻ വേറെ എന്താ ചിന്തിക്കണത്? ഈ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് മലമുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എൻ്റെ ദൈവം എനിക്കൊരു സന്ധിപ്പ് തരും. കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വരുമാന മാർഗം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധ അമ്മയാണ് നടത്തുന്നത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് അമ്മ മകനോട് പറയണത് അമ്മയുടെ റോളാണ് നമ്മുടെ ഇല്ലായ്മയൊക്കെ പരിഹരിക്കണത് എന്ന് അവനോട് ഉടമ്പടിയെക്കുറിച്ച് ആരോ പോയി ക്ലാസ് എടുത്ത്. അങ്ങനെയാണ് ഈ മലമുകളിൽ നിന്ന് നിശാന്ത് വരാൻ കാര്യം. കാരണം ഉടമ്പടിയുടെ സുവിശേഷ പ്രവർത്തകർ ലോകം മുഴുവൻ ഇപ്പം നിറഞ്ഞ് ഓരോരുത്തരുടെ ഇയർ ടു മൗത്ത് ഇവാഞ്ചലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്നറിയോ? ജനം അനുഭവിച്ചവർ പറയും, പറഞ്ഞവർ വിശ്വാസമുള്ളവർ അത് പറഞ്ഞു കേട്ടെന്ന് കാര്യമില്ല. നമ്മൾക്ക് ഇപ്പോൾ സമർപ്പണമായാലും പറഞ്ഞത് കേൾക്കണമായാലും വാഗ്ദാനം പ്രാപിക്കണതായാലും നമുക്കെന്നാ വേണം? വിശ്വാസം വേണം, ഒരു മിനിമം. അതാണ് 4:16 ഒരു വചനമുണ്ട്, റോമ 4:16. അതിനാൽ പറഞ്ഞേ, വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പ്രശ്നം. ഒന്നുകൂടി പറഞ്ഞേ, അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. വെറുതെ കൈയും വീശി നടക്കുന്നവർക്ക് വാഗ്ദാനം ഇല്ല. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് നൽകും ദൈവം. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനമുണ്ട്. ഇപ്പം എന്തൊരു മനുഷ്യർ വചനം വായിക്കുന്നു, യുക്തിവാദികളും വചനത്തെ വിമർശിക്കാൻ വേണ്ടി ബുദ്ധിയും ബോധവും ഇല്ലാതെ
കർത്താവിൻ്റെ വചനത്തെ അത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാതെ വചനം വായിക്കുന്നത് പാപമാണ്. കാര്യത്തിൽ അങ്ങനെ വായിക്കാൻ വേണ്ടി എഴുതിയതല്ല ഇത്. ഒരാത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി, നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് വചനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമ 1:16 സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. പ്രൈസ് ദ ലോർഡ്. ശക്തി വിട്ടൊരു കളിയില്ല വചനം. കാര്യം രക്ഷ പോലും നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ്. പക്ഷേ ഇത് വിശ്വാസമില്ലാത്തവൻ ഇത് വായിച്ച ആ ശക്തി ഫീൽ ചെയ്യത്തില്ല. അവൻ സാധാരണ വായിക്കണ പോലെ വായിക്കും. അതാണ് വിഷയം. എന്താ കാര്യം? വിശ്വാസം നൽകപ്പെടുന്നത്, വാഗ്ദാനം നൽകപ്പെടുന്നത് റോമ 4:16 എന്താ പറയണത്? വാഗ്ദാനം നൽകപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗ്ദാനം നൽകപ്പെടുന്നത്. പക്ഷേ വാഗ്ദാനം നൽകണത് തിയറിയാണ്, ജ്ഞാനമാണത്. വാഗ്ദാനം നൽകണതും വാഗ്ദാനം പ്രാപിക്കണതും 2 കേസാണ്. എത്രയോ 10,000-കണക്കല്ലേ വാഗ്ദാനം നൽകിയിരിക്കണത്. പക്ഷെ പ്രാപിക്കണത് എത്ര പേരാ? വാഗ്ദാനം പ്രാപിക്കണത് എങ്ങനെയാണ്? അത് അമ്മ പറഞ്ഞതുപോലെയാണ്. അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് ലൂക്ക 1:35 പറയുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും ഇത് വാഗ്ദാനമാണെന്ന്. പക്ഷെ വാഗ്ദാനം എങ്ങനെ പ്രാപിക്കണത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. ശ്രുതികട്ടെ. ചേർന്ന് പാടാം. യേശുവേ ആരാധന. യേശുവേ ആരാധന. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴെപ്പോഴും സംഭവിക്കുന്നത് നമ്മൾക്ക് വാഗ്ദാനം നൽകാം. വിശ്വാസമുള്ള എല്ലാവർക്കും വാഗ്ദാനം നൽകാം. പക്ഷേ വാഗ്ദാനം നൽകുന്നതും വാഗ്ദാനം പ്രാപിക്കുന്നതും 2 കേസാണ്. വിശ്വാസമുള്ള എല്ലാവർക്കും വാഗ്ദാനം നൽകാം. പക്ഷെ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? അടുത്ത ഘട്ടങ്ങളിലുള്ള സംഭവങ്ങളൊക്കെ വേണം. എന്താ വേണ്ടത്? വിശ്വാസം കൊണ്ട് നമുക്ക് വാഗ്ദാനം കിട്ടും. പക്ഷെ അത് പ്രാപിക്കണമെങ്കിലേ, അനുഭവയോഗ്യമാകണമെങ്കിലേ വേറെ 2 കാര്യം കൂടി വേണം. എന്താണത്? സ്നേഹം. അവിടെയാണ് സ്നേഹം വരണത്. പിന്നെ ഇതിൻ്റെ കാലദൈർഘ്യം വരെ കാത്തിരിക്കാനുള്ള യോഗ്യത, അങ്ങനെയാണ് പ്രത്യാശ വരണത്. കാരണം ദൈവം വാഗ്ദാനം തരുമ്പോൾ ആ ഒരു വാഗ്ദാനം പല പല ആവശ്യങ്ങൾക്കുള്ളതാണ്. അതിങ്ങനെ ഘട്ടമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവസാനത്തത് സംഭവിക്കണത് ചിലപ്പോൾ 40-ാമത്തെ കൊല്ലത്തായിരിക്കും സംഭവിക്കണത്. അപ്പോൾ ഈ വാഗ്ദാനം പ്രാപിക്കുന്നതിന് എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് എന്ത് വേണം? എന്താ വേണ്ടത്? പ്രത്യാശ വേണം. ഈ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ടാവും, വിശ്വാസാക്രമണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ പ്രശ്നമില്ല.
പക്ഷെ അതുകൊണ്ട് ആ പെട്ടെന്നുള്ള വാഗ്ദാനം പ്രാപിക്കുന്ന ആ ഒരു അതുകൊണ്ട് നമുക്ക് ലോങ് ടേണിൽ പ്രയോജനമില്ല. എന്താ കാര്യം? ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നു, യൂസ് ആൻഡ് ത്രോ ആയിട്ടത് പോകുന്നു. പക്ഷേ നിത്യതയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കണം. നിത്യതയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കണം. കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വിശ്വാസം മാത്രം പോരാ, അതിനെന്ത് വേണം? പ്രത്യാശ വേണം. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാര്യം എന്താണ്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പം കാത്തിരിപ്പ് എന്താ വേണ്ടത്? പരിശുദ്ധാത്മാവിന് വേണം. മനസ്സിലായില്ലേ? ഒരു കാര്യം പെട്ടെന്ന് നീ ഇപ്പം നിനക്ക് കല്യാണം കെട്ടണില്ല, അല്ലെങ്കിൽ കല്യാണം നിനക്ക് ഒക്കണില്ല, അല്ലെങ്കിൽ കടങ്ങൾ മാറണില്ല, അല്ലെങ്കിൽ നിനക്ക് വീട് വെക്കണില്ല, അങ്ങനെ നിൻ്റെ ജോലി ശരിയാകണില്ല എന്ന് നിനക്ക് പെട്ടെന്ന് നിനക്ക് ഈ സാധനം സാധിച്ചാൽ നിനക്ക് ആ ജോലി മാത്രം കിട്ടും. അതുകൊണ്ട് കാശ് കിട്ടും. കാശ് കൊണ്ട് വീട് വെക്കാം, ഗ്യാസ് ഭക്ഷണം കൊണ്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ ഈശോ പറഞ്ഞ പോലെ അത് മറപ്പുരെ വിസർജിക്കുന്നു, തീരുന്നു. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളിലൊക്കെ ഒരു കുഴപ്പം അതാ, എപ്പോഴും വരണതിൽ അനുഗ്രഹം ലാഗ് ചെയ്യണം. എന്താ കാര്യം? അവിടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന അനുസരിച്ച് കൊണ്ട് എന്ത് പറ്റും? അതോടുകൂടി നമ്മൾ കുറേ ആ വിഷയത്തിൽ സമർപ്പണം. ഈ സമർപ്പണം കൊണ്ട് മാതാപിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞില്ലേ, അതാണ് സമർപ്പണം. അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാത്തിന് സംഭവിച്ച പോലെ ഒരു 10 കൊല്ലം കഴിഞ്ഞാണ് മറിയം പ്രഗ്നൻ്റ് ആകണമെങ്കിലും അതിന് വരെ മറിയം ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എത്ര കാലം താമസിച്ചാലും അപ്പാ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുകയാണ്. മറിയത്തിൻ്റെ സമർപ്പണത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടെന്നാണ് ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവചിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. അപ്പാ എബ്രാഹത്തിനെ പോലെ അല്ല, നീ എബ്രാഹത്തിനും കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എബ്രാഹാം ആ കാലത്ത് പോയി അല്പം താമസിച്ചപ്പോൾ വീട്ടുവേലക്കാരത്തെ പ്രാപിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഞാൻ കാണിക്കത്തില്ല. അപ്പൻ എത്ര കാലം താമസിച്ചാലും ഞാൻ ആ കാലമെല്ലാം കാത്തിരിക്കും. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. അത് സ്നേഹത്തേക്കാൾ വലുതാണ് സംഭവം. മരിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണമെങ്കിൽ, യേശുവിനെ ദൈവത്തെ പഠിക്കണമെങ്കിൽ മരിയൻ കോളേജിൽ പഠിക്കാതെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാര്യം പഠിക്കാൻ പറ്റും, നമുക്ക് കിട്ടുന്ന തിയറിയാണ്. ഇതെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുന്നത്. മരിയൻ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾക്ക് നൽകുന്ന വലിയ പ്രബോധനങ്ങളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന, വചനങ്ങളെ ഉടമ്പടിയെടുത്ത ഓരോ മക്കളെയും സ്പർശിക്കണമേ കർത്താവേ. ഓൺലൈൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, ദൈവസ്നേഹത്തോടെ പാടാം. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ യോഗങ്ങളെ സ്പർശിക്കണമേ, സാന്നിധ്യം വെളിപ്പെടുത്തണമേ. യേശുവേ ആരാധന, ദൈവത്തോടു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ കൊറോണ വൈറസ് കാഴ്ച
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും മക്കൾ സന്തോഷത്തോടെയാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കേണ്ടത്. കർത്താവിൻ്റെ അരൂപി നിങ്ങളിലേക്ക് ഇറങ്ങി വസിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ കുടുംബം മുഴുവൻ ഇത് എവിടെ ഇരുന്ന് എല്ലാവരും ആരെല്ലാം എവിടെ നിന്ന് ധ്യാനം കൂടിയാലും ആ സമയത്തെല്ലാം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന് നിറയും. കാര്യം ഇവിടെ ആൾത്താറ മുഴുവൻ പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വചനങ്ങൾ കർത്താവ് തന്നെ ആത്മാവിൽ വ്യാഖ്യാനിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പോൾ ഈശോ? അതായത് നമുക്ക് വാഗ്ദാനം ലഭിക്കുന്നതും വാഗ്ദാനം പ്രാപിക്കുന്നതും രണ്ട് കാര്യമാണ്. വിശ്വാസമുള്ളവർക്ക് റോമാ 4:16 അനുസരിച്ചുകൊണ്ട് വാഗ്ദാനം കിട്ടാം. പക്ഷേ വാഗ്ദാനം പ്രാപിക്കുക എന്ന് വെച്ചാൽ ഓഫർ കിട്ടിയാൽ പോരല്ല. ജോലിക്കൊരു ഓഫർ കിട്ടിയാൽ പോരല്ല. ജോലി കിട്ടണ്ടേ? ജോലി കിട്ടി നമ്മളവിടെ താമസിച്ച് ശമ്പളം കൈ കിട്ടണ്ടേ? ഇത് വേറെ വിഷയമാണ്. ഒരു ഓഫർ കിട്ടണതും ആ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്നതും വേറെ വിഷയമാണ്. രണ്ട് വിഷയമാണ്. അതുതന്നെയാണ് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ വാഗ്ദാനം കിട്ടും. പക്ഷെ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? 3-4 കാര്യങ്ങൾ വേണം. ഒന്ന് സ്നേഹം വേണം. പിന്നെന്താണ്? പ്രത്യാശ വേണം. ഈ പ്രത്യാശയോടെയുള്ള സ്നേഹം കർത്താവിൻ്റെ മനസ്സിലെ കാലതാമസം എന്തുമാത്രം ഉണ്ട്. ആ കാലതാമസത്തിൻ്റെ കാലങ്ങളിലെല്ലാം കർത്താവ് നിർവഹിക്കും. അതായത് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അതായത് ഒരു കാരണവശാലും ഒരു ഫ്യൂട്ടൈലായിട്ടുള്ള ഒരു കാലവിളംബം ഒരിക്കലും ദൈവഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. അതായത് ഒരു പ്രയോജനമില്ലാത്ത ഫലരഹിതമായ ഒരു കാലദൈർഘ്യം ഉണ്ടാകത്തില്ല. നമ്മളുടെ പ്രശ്നം എന്ന് പറയണത് ഈ കാലദൈർഘ്യം നമ്മൾ ഈ ഭൗതിക ഫലത്തെ മാത്രം കണ്ണുനട്ടിരിക്കുമ്പോഴാണ് കാലദൈർഘ്യം, ദൈവം വരുത്തുന്ന കാലദൈർഘ്യത്തെക്കുറിച്ച് നമ്മൾ അന്ധന്മാരായി പോകുന്നത്. കർത്താവ് അന്ധന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ധന്മാർ, കാഴ്ച ഉള്ളവർ അന്ധന്മാരായി പോകും. അന്ധന്മാർക്ക് കാഴ്ച ഉണ്ടാകും. ക്രിസ്തു ഒരു മനുഷ്യൻ സ്വീകരിച്ച് കഴിയുമ്പോൾ ക്രിസ്തുവിനെ പ്രതി ചില ആൾക്കാർ ഞങ്ങൾ കാണുന്നു എന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ ഒന്നും കാണുന്നില്ല, അന്ധന്മാരായി മാറും. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച പ്രാപിക്കാൻ പറ്റും. എന്താ കാര്യം? ദൈവം ഒരു കാര്യം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അവർ എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയ ജ്ഞാനമായി. ജ്ഞാനം, അതായത് എന്ത് ചെയ്യുന്നു എന്ന് പറയണത് എന്താണ്? അറിവ്. എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് ചോദിക്കുമ്പോഴേ ആ എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്നുള്ള ജ്ഞാനം അതെന്താണ്? അത് യേശുക്രിസ്തു 1 കൊറിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ എന്താണ്? എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ജ്ഞാനം. നോഹവ് എന്ന് പറയുന്ന ജ്ഞാനം. എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? എന്താണ് താമസിക്കാൻ കാരണം? അല്ല ഈശോ 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 എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്ക് കാത്തിരിക്കണ പോലെ അനുഗ്രഹത്തിന് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വണ്ടിക്ക് കാത്തിരിക്കണ പോലെ അപ്പോൾ ഒരാൾ പറയണേ ആ വണ്ടി ഇന്ന് ഓടുന്നില്ലെന്ന് തോന്നുന്നു, പ്രൈവറ്റ് ബസ് ഇന്ന് അവർ രാവിലെ കണ്ടില്ല, അപ്പോൾ ഇനി വരത്തില്ലായിരിക്കും പറഞ്ഞാൽ അവരെ വീട്ടിൽ പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ അടുത്ത വണ്ടി കയറി പോകും. ഈ അടുത്ത വണ്ടിക്ക് കയറി പോകുന്ന ഒരു ആധ്യാത്മിക രംഗങ്ങളുണ്ടെങ്കിൽ പണിമേടിക്കാൻ സാധ്യതയുണ്ട്. ദൈവം അതാണ് നോക്കണത്. ഈ അടുത്ത വണ്ടിക്ക് കയറി പോകുന്നതാണ് നോക്കണത്. ശരിക്കും ദൈവത്തിനെ തന്നെ പ്രതീക്ഷിക്കുമോ? പലരും ദൈവത്തിനെ തന്നെ പ്രതീക്ഷിക്കുമോ?
അത് ഇനി ദൈവത്തിനല്ലാത്ത മാർഗ്ഗങ്ങളിലൂടെ വേറെ കിട്ടിയത്, നമുക്ക് ജോലി കിട്ടിയാലും മതി, സത്താൻ വർഷിപ്പാനും ശരി, എന്നാ കുന്തമായാലും ശരി, ഇനി ദൈവത്തെ തള്ളിപ്പറയുന്ന വിഷയമായാലും ശരി, നമ്മൾ റെഡിയാണ്. നമുക്ക് ജോലി കിട്ടിയാൽ മതി, അടുത്ത വണ്ടിക്ക് തല വെക്കുക എന്നാണ് നോക്കണത്. അതൊരു വിഷയമാണ്. ലാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നിങ്ങളുടെ, അല്ലെങ്കിൽ ലാഗ് ചെയ്യുമ്പോൾ, ഒരു വിഷയം ലാഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കഷ്ടത വർദ്ധിക്കുമ്പോൾ ദൈവം എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നിൻ്റെ വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒന്നൊരു ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനം 119:75. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണ്. അതായത് ഇത് ഭയങ്കര വചനമല്ലേ ഇത്? അതായത് കർത്താവ് എന്ത് വിധിച്ചാലും അത് ന്യായയുക്തമാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട നിലപാടാണ്, ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെനിക്ക് കിട്ടിയാലും അത് നീതിയാണെന്ന്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. എന്താ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ തിരുമനസ്സ്, അതാണ് സംഭവം. ഇപ്പം എനിക്ക് മക്കളില്ല, എൻ്റെ ചേട്ടനുണ്ട്, അനിയത്തിക്കുണ്ട്, പെങ്ങൾക്കുണ്ട്, എല്ലാവർക്കും മക്കളുണ്ട്, എനിക്ക് മാത്രം മക്കളില്ല. അതുകൊണ്ട് എന്താ പറ്റണത്? ഇപ്പം ഞാൻ ദത്തെടുക്കാൻ പോകുമ്പോൾ എൻ്റെ അനിയത്തി, എൻ്റെ ചേട്ടനൊക്കെ കണ്ണുരുട്ടും. എന്താണ് ഇവിടുത്തെ മക്കൾ പോരാഞ്ഞിട്ടാണ് നീ വേറെ കണ്ടവൻ്റെ മക്കൾ ദത്തെടുക്കുന്നത്? അവരുടെ ഉദ്ദേശം എന്താണ്? ഇവർ മക്കളില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് അടിച്ച് മാറ്റാമെന്നായിരിക്കും ചിലപ്പോൾ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചേട്ടന്മാരും അങ്ങനെ ഉദ്ദേശിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാത്തിനും ഉടങ്കൊല്ലി ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല. അനിയന് മക്കളില്ല, ചേട്ടന് മക്കളില്ലെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോകത്തില്ല. എന്താ കാര്യം? ഈ വീട് വേറെ സഹോദരങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ പെറ്റും, അവിടെ തന്നെ താമസിക്കും. എന്താ കാര്യം? എന്നിട്ട് പ്രാർത്ഥിക്കണത് എന്തിനാണ്? അനിയന് പണ്ടാരക്കാലം ഒരു കാലത്തും കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അവിടെ അതായത് കർത്താവിൻ്റെ വചനം നമ്മൾ ദുഷ്ടലാക്കോട് മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം അനുസരിച്ചല്ല ജീവിക്കണമെങ്കിലേ. ഇപ്പം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചില സമയത്ത് നമ്മൾക്ക് അധ്വാനിച്ചിട്ട് നമ്മളെ കൊണ്ട് അധ്വാനിക്കുന്നതുകൊണ്ട് ഇപ്പം നിശാന്ത് പറഞ്ഞില്ലേ, എൻ്റെ അധ്വാനം കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നണില്ല, കർത്താവ് തന്നെ ഇടപെടണം. അതന്നെയല്ലേ അപ്പോസ്തലന്മാർ പറഞ്ഞത്? അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? കർത്താവ് രാത്രി മുഴുവനും പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷേ ഞങ്ങൾ ഉടമ്പടി ചെയ്യാവുന്നു. അതാണ് സംഭവം. ലൂക്കാ 1:5 എന്ന് പറഞ്ഞ ഉടമ്പടി വചനമാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷേ ഞങ്ങൾ ഉടമ്പടി ചെയ്യാം. വായിച്ചേ. ശിമയോൻ പറഞ്ഞു, ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ദാറ്റ്സ് ഓക്കെ. അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി ഇല്ലാത്ത എന്തെങ്കിലും അത്ഭുതങ്ങളുണ്ടാ? നീ പറഞ്ഞതനുസരിച്ച്. ഇപ്പം നിശാന്ത് എന്ന് പറയണത്, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്, എന്നെക്കൊണ്ട് ഒരു വീട് വെക്കാനോ സ്ഥലം മേടിക്കാനോ ഒന്നും പറ്റത്തില്ല, പക്ഷേ നീ പറഞ്ഞതനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കും. അപ്പോഴെന്താണ്? അപ്പോൾ ഇല്ലാത്ത മീനെ അവൻ ഉണ്ടാക്കിത്തരും. രാത്രി മുഴുവനും പണിപ്പെട്ടിട്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ വീഞ്ഞിൻ്റെ കേസല്ല. അതായത് രണ്ടും വെള്ളത്തിൽ നടന്ന അത്ഭുതങ്ങളാണ് ഇത്. വീഞ്ഞിൻ്റെതും വെള്ളത്തിൽ നടന്ന അത്ഭുതമാണ്, മീനിൻ്റെതും വെള്ളത്തിൽ നടന്ന അത്ഭുതമാണ്. പക്ഷേ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയാവോ? ഉടമ്പടി എടുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? രണ്ട് ഉടമ്പടി വചനങ്ങളാണ്, രണ്ടും വെള്ളത്തിൽ നടന്ന അത്ഭുതങ്ങളാണ്. രണ്ടും അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ നീ പറഞ്ഞതനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ യോഹന്നാൻ 2:3 ഉടമ്പടി വചനമാണ്, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. ലൂക്ക 5:5 ഉടമ്പടി വചനമാണ്, നീ പറഞ്ഞതനുസരിച്ച് ചെയ്യാം. ഇതെല്ലാം എന്ത് സംഭവിച്ചാൽ ഇത് രണ്ട് സംഭവം തീർന്നു പോയ സംഭവമാണ്. ഒന്ന്, രാത്രി മുഴുവനും വേലയെടുത്തിട്ടും മീനില്ലെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? മീനെ കടലില്ലെന്ന് എൻ്റെ അർത്ഥം. ഒരു മീനെങ്കിലും ആ കടലിൽ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് പറയണം, എടാ ഒരു മീനുണ്ടെന്ന് പറഞ്ഞേനാം, മീനില്ല.
എന്താ കാര്യം? ഒരു മീനുണ്ടെന്ന് പറയാൻ കാര്യം എന്താണ്? പണ്ട് ഒരു ടാക്സ് കളക്ടർ യേശുവിൻ്റെ അടുത്ത് വന്ന് അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ കുച്ചു സംസാരിച്ചിട്ട് പോയി. അപ്പോൾ ഈശോ ചോദിച്ച് വാട്ട് ദ സ്പോക്ക്? അപ്പോൾ പത്രോസ് പറഞ്ഞ് നികുതി കൊടുക്കുന്ന ആൾക്കാരാണ് വന്നിരിക്കണത്, കപ്പം നികുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഈശോ ചോദിച്ച് കൊള്ളാം, നല്ല പരിപാടിയായിപ്പോയി. ശിമയോനെ, ആരാ നികുതി കൊടുക്കുന്നത്? മക്കളാണോ അതോ അടിമകളാണോ? അത് അടിമകളാണ്. പക്ഷേ നീയായിട്ട് അവർ ഉതപ്പുണ്ടാക്കണ്ട. നീ കടലിൽ പോയി ചൂണ്ടയിടുക, അപ്പോൾ നിനക്കൊരു മീൻ കിട്ടും. അതിൻ്റെ വാ പൊളിച്ച് നോക്കുക, ഒരു സ്ഥാദ്യവും കാണും, ഒരു സ്വർണ്ണ നാണയം. അതെടുത്ത് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കുക. ദാറ്റ് മീൻസ് ഒരു മീൻ കടലിൽ കൂടി ഓടിയാൽ കർത്താവിന് അറിയാൻ പറ്റും. അപ്പം ശിമയോൻ പറയണത്, ശിമയോനേക്കാൾ ഈ വിഷയത്തിൽ കർത്താവാണ് നല്ലത്. ശിമയോൻ 45 കൊല്ലം കടലിൽ പോയ ആളാണ്. ശിമയോൻ പറഞ്ഞത് അനുഭവജ്ഞാനമാണ്. കർത്താവ് അതിനേക്കാളും ഫിഷ് ഫൈൻഡറുള്ള ആളാണ്. ഇപ്പോൾ എല്ലാ ബോട്ടിനും വള്ളത്തിലൊക്കെ ഫിഷ് ഫൈൻഡർ ഉണ്ടല്ലോ. ഞാനും കടലിൽ പോയിട്ടുണ്ട്, ഫിഷ് ഫൈൻഡറുള്ള ബോട്ടിൻ്റെ കൂടെ പോയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആ ബോട്ട് വെഞ്ചരിക്കുമ്പോൾ അതുമേ ഫിഷ് ഫൈൻഡർ ഇരിക്കണ കാണുമ്പോൾ അതൊരു റെഡാറാണ്. ആ റെഡാർ ഇരിക്കണ കാണുമ്പോൾ എനിക്കൊരു ദിവസം കൗതുകം തോന്നിയിട്ട് ഞാൻ കൊച്ചി ഹാർബറിൽ നിന്ന് കടലിൽ പടിഞ്ഞോട്ട് പോയി. ബോട്ടിൽ ഈ ബോട്ടിൽ തന്നെ പോയി. അപ്പോൾ എനിക്കറിയേണ്ടത് അയില, ആകോലി, ചമ്പൻ കുഞ്ഞ്, അതുപോലെ തന്നെ ചെമ്മീൻ പുലപ്പുകൾ വരണത് ഈ റെഡാറിൽ കാണാൻ പറ്റുമോ? അപ്പോഴെന്താണ് ഞാൻ എന്നിട്ട് സ്രാങ്കിൻ്റെ കൂടെ ഫിഷ് ഫൈൻഡർ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് അറിയാമോ? അയിലേക്ക് ഇപ്പോൾ വരും. നമ്മൾ ടി വി കാണുന്ന പോലെയും അതുപോലെ ജിയോഗ്രഫി ചാനൽ കാണുന്ന പോലെ അയിലേക്ക് ഒരു ആപ്പിട്ട വരാൻ. പക്ഷേ സ്രാങ്ക് ബോട്ടടിക്കാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് മുഴുവൻ കിട്ടിയിരിക്കുന്നത് പൊടിമീനും കുറച്ച് ആകോലിയും കുറച്ച് അയിലക്കുഞ്ഞും കുറച്ച് എല്ലാം കൂടി കിട്ടി. അപ്പം ഞാൻ ചോദിച്ചു, സ്രാങ്ക് ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ല? കണ്ടച്ചാ? എന്താ കണ്ടത്? ഒരു അരുത്താവല് പോലെ ഒരു കുറേ കറുത്ത ഷെയ്ഡ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്രാങ്കിനറിയാം അത് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്ത് മീനാണെന്ന് പോലും സ്രാങ്ക് പറയും. നമുക്ക് നോക്കുമ്പോൾ കുറച്ച് നിഴൽ പോണ പോലെ തോന്നത്തുള്ളൂ, കുഞ്ഞ് അരി ഇങ്ങനെ നീങ്ങണ പോലെ തോന്നത്തുള്ളൂ അതിൻ്റെ അകത്ത്. പക്ഷേ അയാൾക്കറിയാം. ഫിഷ് ഫൈൻഡർ റഡാർ വെച്ച് ഒരു ഉപഗ്രഹം വെച്ചൊക്കെ ആൾക്കാർ ഇപ്പം മീൻ പിടിക്കുന്നുണ്ട്. ഉപഗ്രഹം നമുക്ക് പറഞ്ഞു തരും എവിടെയാണ് മീൻ നിൽക്കണത്, എവിടെയാണ് ചൊറക് നിൽക്കണത്, എവിടെയാണ് തിമിംഗലം നിൽക്കണമെന്ന്. പക്ഷേ ഇതൊന്നുമില്ലാഞ്ഞ കാലത്ത് കർത്താവ് പറഞ്ഞ് എന്താ പറഞ്ഞത്? ഒരു മീൻ നിനക്ക് കിട്ടും. അതിൻ്റെ വായിൽ പോലും കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒരു സ്ഥാദ്യോൻ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു, ഒരു സ്വർണ്ണ നാണയം ഇരിപ്പുണ്ടെന്ന്. അതാണ് ഈശോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യനോട് എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്യാം. കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ചെയ്യാമെന്നാണ് പറയണത്. കുറേ കാലത്തേക്ക് നമ്മുടെ ജീവിതം അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഉടനെ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണ്? ഉടമ്പടിയാണ്. ജീവിതം ക്രമീകരിക്കണം. എങ്ങനെ? കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം. അതിന് ഈ കാലത്ത് ഉടമ്പടി അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. എന്താ കാര്യം? ഇത് മരിയൻ ഉടമ്പടിയാണ്. ആർക്കും വീട്ടിലിരുന്നുകൊണ്ട് അവൻ്റെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാം. പക്ഷേ കൃപാസനത്തിലെ ഉടമ്പടി എന്താണ്? മരിയൻ ഉടമ്പടിയാണ്. എന്താണ്? അമ്മ 24 മണിക്കൂറും നീ എടുത്ത ഉടമ്പടിയുടെ കാവൽക്കാരിയാണ്. അത് നിറവേറണത് വരെ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ വിഷയം. അപ്പോൾ നമുക്ക് കോൺക്രീറ്റായിട്ട് അറിയാൻ പറ്റും അമ്മ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഉണ്ടായി. അതും ഇതുപോലുള്ളൊരു കേസ് കെട്ടാണ്. ഒരു അലീന കുമ്പളേക്കാരത്തിയാണ്. അപ്പോൾ അവളുടെ കൊച്ചിന് ഇതുപോലെ അതേ അസുഖം നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട സാക്ഷ്യം, ഡൗൺ സിൻഡ്രോം. അത് എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആ വിഷയം അറിയണം. അതായത് രസകരമായൊരു വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം മാസമാണ് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറയണത് ഈ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമാണെന്ന് പറയണത്. അതോടുകൂടി ഇവളുടെ ബോധം പോയി. നിങ്ങൾക്കറിയാമല്ല, ആദ്യമായിട്ട് പ്രസവിക്കാൻ പോകുന്ന ഒരു അമ്മ 5-ാം മാസത്തിൽ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമാണെന്ന് പറഞ്ഞാൽ, അതിനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ തന്നെ അബോർഷൻ ഭയങ്കര പാടാണ്. 5-ാം മാസത്തിൽ എങ്ങനെ അബോർട്ട് ചെയ്യും? പക്ഷേ ഇവളാണെങ്കിൽ ഒരു അടിച്ചുപോയ റിലേ പോയ ഒരാളായിപ്പോയി ഇത് കേട്ടോടുകൂടി. അപ്പോൾ ഇവളിവിടെ വന്ന് അവളുടെ അമ്മ പറഞ്ഞ് ഈ കൃപാസനത്തിൽ പോയി അമ്മയോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ആളിവിടെ വന്നിരുന്ന് നിലവിളിക്കാനും പറ്റണില്ല, പ്രാർത്ഥിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഈ വയറും വെച്ച് 5-ാം മാസത്തിൽ ഈ ഡൗൺ സിൻഡ്രോമുള്ള വയറും വെച്ച് അവളിവിടെ ഇരിക്കുകയാണ്.
അവളുടെ അമ്മയും അമ്മായിയമ്മയും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവരാണ് ഇവരെ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവരുടെ ഉടമ്പടിയുടെ ബലമാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ എനിക്ക് ഗർഭിണികളെ കാണുമ്പോൾ ഒരു പ്രത്യേകമായ ദൈവകൃപ തോന്നും എനിക്ക്. അപ്പം അത് ഇപ്പോഴല്ലേ, പണ്ടിവിടെ ഗർഭിണികൾക്ക് മാത്രം പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദമ്പതി കൂട്ടായ്മയ്ക്ക് ഗർഭിണികൾക്ക് മാത്രം വരുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. കാര്യം അത് വലിയൊരു ജോലിയാണല്ല, ദൈവത്തിന് വേണ്ടി ഒരു മാതാപിതാക്കന്മാർ ഏറ്റെടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഗർഭിണികളെ അക്കാര്യങ്ങളിലും അവരെ കുഞ്ഞിനെ വളർത്തി എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കണം. ഇപ്പോൾ ചില ആൾക്കാർ കുഞ്ഞുങ്ങളെ, ചില സ്ത്രീകളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഈ പ്രസവ വാർഡൊക്കെ ചെല്ലുമ്പോൾ എന്നോട് പറയും, അച്ഛാ എൻ്റെ മകൾ പ്രസവിച്ച് കിടക്കണം, അവൾ ഓർമ്മക്കുറവ് പറയണമെന്ന് പറയും. അപ്പോൾ പ്രസവ വാർഡിൽ ഞാൻ ചിലപ്പോൾ പോണത് വേറെ ആരെങ്കിലും എന്നെ വിളിച്ചിട്ടായിരിക്കും പോണത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നെ കണ്ടിട്ട് വേറെ ആൾക്കാർ, അച്ഛാ എൻ്റെ മകൾ പ്രസവിച്ച അച്ഛാ ഈ വാർഡിൽ കിടപ്പുണ്ട്, ഓർമ്മക്കുറവ് പറയണമെന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, പട്ടായി പോയെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ മനസ്സ്, ശരീരം ലൂസായതുപോലെ മനസ്സും ലൂസാവും. ഇത് വലിയൊരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഗർഭിണികളെയൊക്കെ നമ്മൾ തോണ്ടുകയാണെങ്കിൽ ആ ഒരു പാട് കാണത്തില്ലേ, അതിൻ്റെ ശരീരം ലൂസാകണതാണ്, ഇളമക്കുണ്ടെന്നൊക്കെ അമ്മമ്മമാർ പറയും. പക്ഷെ അതുപോലെ മനസ്സും ഇളമക്കുള്ളൂ. അതാണ് ഈ ഒരു അത് പ്രസവിച്ച് കഴിഞ്ഞിട്ടൊരു വട്ട് പറയണ കാര്യം. അതാണ് 3-4 ദിവസം എടുക്കും. ചില ആൾക്കാർ 10-40 ദിവസം എടുക്കും നേരെ ചൊവ്വേ ബോധം വരാൻ വേണ്ടി. പക്ഷേ ഒരു പ്രയർ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇവിടെ ഇരിക്കണം, ഇവിടെ പേടിച്ചിരിക്കും. കാര്യം അവൾക്ക് കുഞ്ഞിനെ അവൾ കുഞ്ഞിനെ കളയാനും പറ്റത്തില്ല. കുഞ്ഞിനെ സ്വീകരിച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെ എല്ലാം കൊണ്ടൊരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവളെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ച്, എന്ത് പറ്റിയ മോളെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ഇവളുടെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കും. കൈവച്ചൊരു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് എൻ്റെ കയ്യിരുന്ന സൈത്ത് അവളുടെ വയറെ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലി വെച്ചും സൈത്ത് അവളുടെ കൈ തേച്ച് കൊടുക്കും, തള്ളവരല്ലേ. അത് ബാത്റൂമിൽ പോയി അവരെ അടി വയറ്റി തേക്കണം, അതാണ് എൻ്റെ രീതി. അപ്പം ഞാൻ ഇത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവളോട് പറഞ്ഞ്, മോളെ കർത്താവിന് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞിനെ കർത്താവ് നിനക്ക് തരുമെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ കവളിട്ടടിക്കും. അവൾ പറയുന്നത് ആ സാക്ഷ്യം കിടപ്പുണ്ട്, എലീനയുടെ സാക്ഷ്യം. അതായത് ആ അടിയോടുകൂടി അവൾക്ക് ബോധം വന്നെന്നാണ് പറയണത്. എന്താണ് അവൾ എവിടെ പോയി, എന്താണ് അവൾക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ച് സങ്കടം കൊണ്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് അവൾക്ക് ബോധം വന്നു. അവൾ ബോധം വന്നപ്പോൾ അവൾ കേൾക്കണത് എന്താണ്? മാതാവ് ഈ കുഞ്ഞിനെ എനിക്ക് തന്നിരിക്കണം. തീർന്ന പ്രശ്നം. മാതാവ് ഈ കുഞ്ഞിനെ ഈ 5-ാം മാസം അബോർട്ട് ചെയ്യണ കുഞ്ഞിനെ എനിക്ക് തന്നിരിക്കണം. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ഇത്രയും സ്പീഡാണ്. പക്ഷേ എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ 2 ഡൗൺ സിൻഡ്രോം കേസാണ്. അപ്പോൾ പ്രസവിച്ചിട്ടൊരു കുഴപ്പമില്ല കൊച്ചിനെ. എന്തൊക്കെ പറഞ്ഞാൽ അബോർട്ട് ചെയ്ത് കളയേണ്ട കൊച്ചായിരുന്നത്, അതിനെ പ്രസവിച്ചിട്ടൊരു കുഴപ്പമില്ല കൊച്ചിനില്ല. ഈ മാതാവ് ഈ കുഞ്ഞിനെ നിനക്ക് തന്നിരിക്കണമെന്ന് പറയണത് എന്താണ്? അത് പറയണതൊരു വിശ്വാസത്തിലാണത് പറയണത്. വെറുതെ ഭംഗിവാക്ക് പറയുകയല്ല. ഇപ്പം നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ പോലെ പറയുകയല്ല, നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ പോഴം വർത്താനം പറയുകയല്ല. ഈ മാതാവ് ഈ കുഞ്ഞിനെ നിനക്ക് തന്നിരിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. എന്താ കാര്യം? എനിക്കുള്ളൊരു വിശ്വാസമുണ്ട്, എനിക്ക് ദൈവത്തോട് വിശ്വാസത്തെക്കാളൊരു ബന്ധമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു ചരിത്രമുണ്ട്. വിശ്വാസകാലങ്ങളിലെല്ലാം ഇപ്പോൾ ദൈവം എന്നോടൊന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഇപ്പോൾ രോഗം ഉണ്ടായെന്ന് വിചാരിച്ചോ, ഞാനൊരു സുവിശേഷ എവാഞ്ചലിസ്റ്റാണ് ഞാൻ ബേസിക്കലി. ദൈവം എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം വേണം, ഈ രോഗത്തിന് സൗഖ്യം വേണം, കൃപ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് സൗഖ്യമല്ലേ വേണ്ട, എനിക്ക് കൃപയാണ് വേണ്ടെന്ന് പറയും. എന്താ കാര്യം? എനിക്ക് കൃപ എന്താണെന്നറിയാം. പൗലോസ് അപ്പോസ്തലൻ കുറേ നാൾ ചോദിച്ച് ചമ്മിയൊരു കേസ് കിട്ടാണിത്. അപ്പോൾ 1 കൊറിന്തോസിൻ്റെ 12:8 എന്താ പറയണത്? ഞാൻ 3 പ്രാവശ്യം ചോദിച്ചെന്നാണ് പറയണത്. 3 പ്രാവശ്യം ചോദിച്ചു, എന്താണ്? എൻ്റെ ഈ അൾസറെന്ന്, എൻ്റെ ഈ വയറിൻ്റെ പുണ്ണൊന്ന് മാറ്റിത്തരാൻ. അപ്പോൾ പൗലോസാണ് പറഞ്ഞ് നിനക്ക് സൗഖ്യം വേണം, കൃപ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസിന് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചതെന്ന്. കാരണം കൃപ എന്ന് പറയുന്നത് ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. സൗഖ്യം നമുക്ക് സൗഖ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ശക്തി കിട്ടിയാൽ മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് വ്യത്യാസം എന്ന് പറയണത്. ഒരു വ്യക്തിയെ ഇവാഞ്ചലിസ്റ്റായിട്ട് ഒരു സുവിശേഷ സാക്ഷിയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുമ്പോൾ ചില സമയത്ത് ചില വിഷയങ്ങൾ ലാഗ് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിഷയം
ചില വിഷയം താമസിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ദൈവസ്നേഹത്തിൽ നിറക്കാനും നിങ്ങൾക്ക് വിശ്വസ്തത നിറക്കാനും നിങ്ങൾക്ക് ദൈവത്തെ സ്വന്തമായിട്ട് അനുഭവിക്കാനും അനുഭവിച്ച ദൈവത്തെ കൈമാറാനും വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. ചേർന്ന് പ്രാർത്ഥിക്കാം. എന്റെ കൊച്ചു ജീവിതത്തെ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഈ രണ്ട് കാര്യങ്ങൾ ഉടനെ നടന്ന കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, കർത്താവേ ഈ വിഷയം തന്നെയുള്ള ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണം, എൻ്റെ കാര്യം ഇപ്പോഴും നടന്നിട്ടില്ല എന്ന്. നമ്മൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണം? പ്രതിസാക്ഷ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം അതേ വിഷയത്തിൽ ഉടമ്പടി ചെയ്ത വേറെ ആൾക്കാരുണ്ട്. അവർ കേൾക്കുമ്പോൾ അവർക്ക് നിരാശ. ദൈവമേ, എൻ്റെ കാര്യം മാത്രം മാതാവ് ചെയ്തില്ല, അവരുടെ കാര്യം നാട്ടിൽ കണ്ട എല്ലാ കാര്യവും ചെയ്തു. ഞാൻ മാതാവെന്നും പറഞ്ഞ് കുഞ്ഞുനാളിലിപ്പോൾ നടന്നിട്ട് എൻ്റെ കാര്യം മാത്രം നടന്നിട്ടില്ല. അത് ശരിയാ. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുന്നു? എന്താ കാര്യം? എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നത് വരെ കഷ്ടപ്പാടുണ്ടാകുന്നു, കഷ്ടതയിൽ നിലനിൽക്കുന്നു? അതാണ് ഞാൻ 119:75 സങ്കീർത്തനം പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കണത്? അതായത് വിശ്വസ്തത മൂലമാണ് അവിടുന്ന് എന്നെ കഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ അറിയുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വചനത്തിലുണ്ടായിരുന്നാണിത്. എന്താ കാര്യം? ചില കഷ്ടപ്പാടുകളുടെ അടിസ്ഥാനം വിശ്വസ്തതയാണ്. അവിടെ വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. ഉടമ്പടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഉടമ്പടി എത്രയോ പേരെടുത്ത് എത്ര പേരിൽ നിന്നും വിശ്വസ്തയോടെ ജീവിക്കുന്നുണ്ട്. കാര്യം കണ്ടപ്പോൾ അവർ പോയി. പാലം കയറുവോളം നാരായണ, പാലം കയറിക്കഴിഞ്ഞ് കൂരായണം. പിന്നെ അവർക്ക് കുമ്പസാരമില്ല, കൃപാനയില്ല. ഇത് ദൈവത്തിന് പണ്ടേ അറിയാമായിരുന്നു. ഇത് ചുമ്മാ അഭ്യാസത്തിന് വരണതാണ്. കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പോലെ മണ്ണഞ്ചേരി വഴി മാമായില്ലെന്ന് പറയും. അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കൃപാസത്തെ ചവിട്ടുമ്പോൾ തന്നെ അമ്മ പറയും ഇത് പൊട്ടക്കേസാണ്. ഒരു സഹോദരി വന്നു. അപ്പോൾ അവർ വന്ന് വാച്ച്മാനോട് സംസാരിച്ചു. ഞാൻ അവർ പോയി കഴിഞ്ഞ് ഞാൻ വാച്ച്മാനോട് ചോദിച്ചു എന്നാ അവർ സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഉടമ്പടി എപ്പോൾ പോകാൻ പറ്റും? അപ്പോൾ വാച്ച്മാൻ നിങ്ങളെന്താ പറഞ്ഞു? ഇന്ന് ചൊവ്വാഴ്ചയാണ്, 10 മണി 9 മണിക്ക് ക്ലാസ്, ഉടമ്പടിക്ക് 12 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ അവരുടെ ഭർത്താവ് അകത്തോട്ട് കയറി വന്നു. അപ്പോൾ 12 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് കയറി വന്നു. ഭർത്താവ് കയറുന്ന വെച്ചാൽ അവളോട് ചോദിച്ചു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണമെന്ന്. ഇങ്ങർക്ക് പോകണം, ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ട് അവസാനം എന്ത് പറ്റി? 2 പേരും കൂടി പോയി. അത് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുക്കാതിരിക്കാനാണ് അവർക്ക് നല്ലത്. എന്താ കാര്യം എന്നറിയാവോ? അവരിത് എന്തോ ഒരു ചെറിയ പരിപാടിയാണെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇരുട്ടുകൊണ്ട് ഊട്ടടക്കാം എന്നാ. പക്ഷേ അതല്ല പ്രശ്നം. ഇത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയ ഒരു ദൈവിക സ്വർഗീയ പദ്ധതിയാണ്.
അതിവിടെ വന്ന് സ്വസ്ഥതയും സമാധാനത്തോടെയും എൻ്റെ ക്ലാസ്സുകൾ കേട്ടുവരുമ്പോൾ അത് അവർക്ക് കിട്ടുന്ന വീട്, വിവാഹം, കുഞ്ഞുങ്ങളെന്നല്ല പ്രശ്നം. അതിനേക്കാളുപരി നിത്യത വരെ ഉള്ള കൃപ ആർജിക്കാനുള്ള സുവിശേഷ സൂത്രങ്ങൾ എത്ര ടെക്നിക്കലായിട്ടാണ് അമ്മ ഓരോ ദിവസവും വെളിപ്പെടുത്തി നമ്മളെ പഠിപ്പിക്കണത്. ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി യോഹന്നാൻ 6:45 എഴുതിയിട്ടുണ്ട്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. കാര്യം മനുഷ്യന്മാർ പഠിപ്പിച്ചത് എന്തുമാത്രം നമ്മളെ പഠിപ്പിച്ചു അല്ലേ? മനുഷ്യന്മാർക്കൊരു പഠിപ്പിക്കലുണ്ട്. പക്ഷേ എത്ര പഠിപ്പിച്ചാലും നമുക്കറിയാം പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാം എങ്ങനെയാണ് അവസാനം ഇവിടുന്ന് പിരിഞ്ഞു പോണത്. മനുഷ്യൻ്റെ പഠിപ്പിക്കലല്ല, മനുഷ്യൻ എന്താണ്? ദൈവത്തിൻ്റെ പഠിപ്പിക്കലേ. ജീവിതത്തിൽ നമുക്കെന്താ വേണ്ടത്? ഇതാണ് നമ്മൾ 1 Corinthians 1:24 കണ്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ദൈവം പഠിപ്പിക്കുന്നത് എന്താണ്? യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ദൈവം പഠിപ്പിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമുക്ക് പറഞ്ഞു തന്നത്. അത് ആർക്ക് കൊടുത്തു? ദൈവം മറിയത്തിന് കൊടുത്തു. എന്താണ്? മറിയത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞപ്പോഴേ ആ പഠിപ്പിക്കൽ കൂടി പറഞ്ഞു കൊടുത്തു. എന്താണ്? മകളെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്ലൈറ്റും പിടിച്ച് വരത്തില്ല, കുറച്ച് പരിപാടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നതിന് വേണ്ടി എന്താ ചെയ്യണം? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അവിടെ എന്താ പറയണത്? വചനം പോലെ നിറവേറട്ടെ. അത് ഉടമ്പടിയാണ്. ഉടമ്പടി വഴി മാത്രമേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ നമ്മുടെ ജീവിതത്തിലോട്ട്. ദൈവത്തിൻ്റെ ശക്തിയുടെ ഫലങ്ങളൊക്കെ വരും. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഉടമ്പടി ചെയ്യണം. എന്താ കാര്യം? രാത്രി മുഴുവനും അധ്വാനിച്ച് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലല്ലോ, എങ്കിൽ നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്യാം. ലുക്ക 5:5 അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ അവൻ പറയണ പോലെ ചെയ്യുമേ. യോഹന്നാൻ 2:3 ഇപ്പം എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി, അത് ദൈവത്തിൻ്റെ ജ്ഞാനം എന്താണ്? അത് പറയാതെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മറിയത്തോട് പകർന്നു കൊടുത്തത് എന്താണ്? ഈ അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നീ കർത്താവിൻ്റെ ദാസിയാകണം. എങ്ങനെ നിനക്ക് കർത്താവിൻ്റെ ദാസി ആകാൻ പറ്റും? അവൻ പറയണ പോലെ ചെയ്യാം. അതാണ് മറിയം പറയണത് 1:38 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എല്ലാം ഉടമ്പടിയാണ്. ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരു പ്രാർത്ഥന വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അതിന് ബിബ്ലിക്കൽ തിയോളജി ഉണ്ട്, മരിയൻ തിയോളജി ഉണ്ട്, അതിന് എല്ലാ ന്യൂമാറ്റിക് തിയോളജി ഉണ്ട്, തിയോളജി ഓഫ് ഗ്രേസ് ഉണ്ട്. സമ്പൂർണ്ണ ദൈവശാസ്ത്രത്തിൻ്റെ സമഗ്രതയാണ് ഉടമ്പടിയിൽ ദൈവം നിറച്ചു വെച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതി. ശ്രുതികട്ടെ. ദൈവിക പ്രബോധനങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് ഉടമ്പടിയുടെ വചനം അച്ഛൻ പറയണത്. ദൈവത്തെ റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തെ വളരാൻ. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തണം എങ്ങനെയാണ്? ഇതാ കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ദാസി എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം ജീവിതം നിറവേറ്റിയാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന പൊട്ടപ്രാർത്ഥനയാകണമെന്ന് അറിയാമോ?
പൊട്ടപ്രാർത്ഥന എന്ന് പറയുന്നത് വെല്ലിടി എന്നൊക്കെ പറയത്തില്ലേ, ഇരുട്ട് വേണം. അതുപോലെയൊക്കെ ചില പ്രാർത്ഥനകൾ പൊട്ടപ്രാർത്ഥന ഇരിക്കും, ഒന്നും ഉണ്ടാകത്തില്ല. പണ്ട് ചകണയെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല, ഇപ്പം ഇല്ല. ഈ മണ്ടരി വന്നപ്പോൾ പിന്നെ ചകണ ഏതാണ് മണ്ടരി ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. തെങ്ങയിൽ ചില തേങ്ങ ഇങ്ങനെ ഒട്ടി ഉണങ്ങി ഇരിക്കും, അതിനാണ് അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാകത്തില്ല. ചകണയെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഇതുപോലെ ഓരോ നാട്ടിലും ഓരോ പേരാണ് അതിനുള്ളത്. ഇതുപോലെ തന്നെയാണ് ചില പ്രാർത്ഥന ചകണയിൽ പോവും. കാര്യം ചിരട്ടയും പോലും അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ദൈവവചനം നിറവേറ്റാൻ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഒരു വ്യക്തി തയ്യാറാകുന്ന സമർപ്പണത്തിൻ്റെ കണ്ടൻ്റ് പ്രാർത്ഥനയെ വരണം. അപ്പോഴാണ് ആ പ്രാർത്ഥന. ചില ആൾക്കാർ പറഞ്ഞാൽ വരണ്ട കാറ്റാണെന്ന് പറയും. അവിടെ വരണ്ട കാറ്റടച്ചാൽ തൊലിയൊക്കെ ഇങ്ങനെ പൊള്ളിപ്പിടിക്കണമെന്ന് പറയും. ചില ആൾക്കാരുടെ പ്രാർത്ഥനയും വരണ്ട കാറ്റാണ്. എന്താണ് അതിൻ്റെ അകത്ത്? ഹ്യൂമിഡിറ്റി ഒന്നുമില്ല. നമുക്ക് കാറ്റ് കൊള്ളുമ്പോൾ നമുക്കൊരു തണുപ്പ് തോന്നണ്ടേ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാറ്റ് കൊണ്ടിട്ട് ദൈവത്തിന് തണുക്കണില്ല, അതാണ് പ്രശ്നം. നമുക്കൊരു വരണ്ട കാറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? വരണ്ട കാറ്റ് അയ്യോ അത് അവിടെ കാറ്റ് കൊണ്ട തൊലിയൊക്കെ ഇങ്ങനെ പൊള്ളിപ്പിടിക്കും എന്ന് പറയും. നമ്മുടെ പ്രാർത്ഥനയുടെ കാറ്റ് കൊള്ളുമ്പോൾ ദൈവത്തിന് കുളിരണം, ഒരു കുളിരുമ്പോൾ തോന്നണം. എന്താ കാരണം? അതിൽ വിശ്വാസം ഉണ്ടാകണം, അതിൽ സ്നേഹമുണ്ടാകണം. പിന്നെ നീ തന്നില്ലേലും തന്നാലും നിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് കിട്ടണമെങ്കിലും ഞാനത് നിൻ്റെ നാമത്തെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സമർപ്പണം ഉണ്ടാകണം. ഇതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. ഇപ്പോൾ ജപമാല വീട്ടിൽ ചെല്ലുന്നു, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്നു, ഇതെല്ലാം ചെല്ലുന്നതിന് നാക്ക് മാത്രം മതി. പ്രാർത്ഥന ചെല്ലണതിന് വേറെ ഒന്നും വേണ്ടേ? ഈ തെറി പറയണ നാക്ക് മാത്രം മതി, വേറെ ഒരു സാധനവും വേണ്ട. കാരണം നമ്മൾ ഈ നാക്ക് കൊണ്ട് തെറിയും പറയും, തോന്നിവാസവും പറയും, ചീത്ത വർത്തമാനം പറയും, പലതരത്തിലുള്ള പരിപാടികളിൽ നാക്ക് കൊണ്ട് കാണിക്കും. പക്ഷേ ആ സാധനം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ നാക്ക് കൊണ്ട് പല പല പരിപാടികൾ കാണിക്കുന്ന നാക്ക് കൊണ്ട് പ്രാർത്ഥിക്കണ അതിനകത്തൊരു കാര്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറ്റണത്? പ്രാർത്ഥനയുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ അകത്ത് സ്നേഹമുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ അകത്ത് ഒരു ഫിഡലിറ്റി വിശ്വസ്തത കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നും. അതെന്ത് കേസായാലും ശരി. ഉത്കണ്ഠയും നിരാശയൊക്കെ ഉണ്ടാകും, ഉത്കണ്ഠയുടെ സാഹചര്യമാണ്, ഉത്കണ്ഠ ഉണ്ടാകും. ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ഗെത്സെമനെ വെച്ച് ഉത്കണ്ഠ ഉണ്ടായില്ലേ? ഉത്കണ്ഠയുടെ സാഹചര്യം ആണെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകും. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം അതല്ല. നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഉത്കണ്ഠയ്ക്കൊരു സാഹചര്യം ആ വീട്ടിലില്ല. പക്ഷേ പ്രാർത്ഥിക്കണമെല്ലാം വരണ്ട കാറ്റാണ്. എന്താ കാര്യം? പ്രാർത്ഥിക്കണമെല്ലാം വരണ്ട കാറ്റാണ്. കാര്യം നിങ്ങളത് ചെയ്യണത് യാന്ത്രികമായിട്ടും കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ചെയ്യേണ്ടതാണല്ലോ, പിള്ളേർക്ക് മാതൃകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു തട്ടപ്പടി പ്രോഗ്രാം അങ്ങോട്ട് നടത്തി ഒരു ഫങ്ഷൻ നടത്തി പോറ്റുകയും. കുടുംബ പ്രാർത്ഥനയല്ല, ഒരു ഫങ്ഷനാണ്. കാര്യം അത് വരണ്ട കാറ്റാണ്. എന്താ കാര്യം? അതിൽ ദൈവസ്നേഹം ഉണ്ടാകണം, അതിൻ്റെ വിശ്വസ്തത ഉണ്ടാകണം, സമർപ്പണം ഉണ്ടാകണം. വചനം കേട്ടാൽ കർത്താവിൻ്റെ വാക്കാണ് ഞാൻ കേൾക്കണമെന്ന് തോന്നണം. നിങ്ങൾക്ക് ആന്തരികമായൊരു സ്നേഹം ഉണ്ടാകണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇന്ന് മുതലേ എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കർത്താവേ അത് കുളിർമയുള്ള ആ കാറ്റ് കൊണ്ടാൽ ദൈവത്തിന് പോലും ഉൾപ്പുളകം ഉണ്ടാകുന്ന രീതിയിലെ ദൈവസ്നേഹം നിറയാൻ, വിശ്വാസം നിറയാൻ, പ്രത്യാശ നിറയാൻ, വിശ്വസ്തത നിറയാൻ, സമർപ്പണം നിറയാൻ എൻ്റെ പ്രാർത്ഥനകളെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിപ്പെടുത്തുന്നു. കാത്തിരിപ്പൂ
എടുക്കണ എപ്പോഴാണ് നമ്മുടെ അവസ്ഥകൾ മോശമാകുമ്പോഴാണ്, അല്ലേ? നമ്മുടെ അവസ്ഥകൾ മോശമാകുമ്പോഴാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ അവസ്ഥകൾ മോശമാകുമ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളതിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് അനുഗ്രഹമാക്കി അത് മാറ്റും, അനുഗ്രഹമായി മാറും. ഇപ്പോൾ തന്നെ അതിൻ്റെ സങ്കീർത്തനം ഏതാണ്? അതായത് ഇപ്പോൾ സങ്കീർത്തനം 119:26 ഉണ്ടാ. സങ്കീർത്തനം 119:26 എൻ്റെ അവസ്ഥകൾ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരം നൽകി. എൻ്റെ അവസ്ഥ പറഞ്ഞപ്പോഴേ അങ്ങ് എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞെന്ന്. അതാണ് സംഭവം. സങ്കീർത്തനം 119:26 എൻ്റെ അവസ്ഥകൾ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരളി. എന്ത് ഉത്തരവാണ് എരളിയത്? ഉടമ്പടി എടുക്കാൻ പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞിരിക്കണത്? താഴെ ഉണ്ട്, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അതാണ് ജ്ഞാനത്തിലെ എൻ്റെ അവസ്ഥകൾ ഞാൻ പറഞ്ഞപ്പോഴേ ജ്ഞാനം കിട്ടിയവർക്ക്. എന്താ കാണുന്നത്? അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ചട്ടം പഠിച്ചാൽ മതിയെന്ന്. ചട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിക്ക് ഒരു പ്രമാണമാണത്. എന്താണ്? നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ എന്ത് ചെയ്യണം? നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അപ്പോൾ ദീർഘകാലം അഭിവൃദ്ധിയോടെ ജീവിക്കാൻ എന്ത് ചെയ്യണം? അത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. പ്രമാണം അതാണ്. അപ്പോൾ എല്ലാ ഐശ്വര്യവും വരണത് പ്രമാണത്തിലൂടെയാണ്. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. അതാണ് ഉടമ്പടി ചെയ്യണത്. അവസ്ഥകൾ വിവരിക്കുമ്പോഴേ സങ്കീർത്തനം 119:27 അനുസരിച്ച് കൊണ്ട് അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്താ അടുത്ത വചനം? ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെ പറ്റി ധ്യാനിക്കും. ഞാൻ സാക്ഷ്യം പറയാവുന്ന, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സാക്ഷ്യം എന്ന് പറയണത് ഞാൻ സാക്ഷ്യം പറയും. എൻ്റെ അവസ്ഥ വിവരിക്കുമ്പോൾ അങ്ങനോട് പറയും, അവൻ പറയണ പോലെ ചെയ്യാൻ പറയും. അപ്പോൾ എനിക്ക് സംഭവിക്കും, ഞാൻ പ്രമാണമനുസരിച്ച് ജീവിക്കും. അപ്പോൾ ഞാൻ സാക്ഷ്യം പറയും. അതാ പറയണത്, ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് എങ്ങോട്ട് തിരിഞ്ഞാലും ഇതാണ് സംഭവം. ഒരു പക്ഷേ ഈ വർഷത്തെ വെളിപ്പെടുത്തിയ ഉടമ്പടിയുടെ ഏറ്റവും നിഗൂഢമായ ഒരു വചനമാണ് ഇത് ഗുപ്തമായിരുന്ന ഒരു വചനമാണ്. കർത്താവ് ഈ സെക്കൻഡിൽ ഇപ്പം എന്നെ കാണിച്ചു തന്നതാണ്. ഇപ്പം കാണിച്ചു തന്നതാണ് കർത്താവ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണിച്ചു തന്നതാണ്. അപ്പോൾ അത് കർത്താവ് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആഴമായ പുതിയ ചിന്തകളിലേക്ക്, ദൈവാനുഭവങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, ആരാധന ആരാധന. കാരുണ്യത്തിന് ഞങ്ങളെ എൻ്റെ അവസ്ഥകൾ 119 നമ്മൾ 26 കണ്ട പോലെ എൻ്റെ അവസ്ഥകൾ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങനെക്ക് ഉത്തരം വരളി. അപ്പം ഈ അവസ്ഥകൾ ചില സമയത്ത് ചില അവസ്ഥകൾ ദൈവം തന്നെ ഉണ്ടാക്കും. അത് വിശ്വാസി അറിയണം. എന്തിനാ? നിന്നെ കൃപയിൽ വളർത്താൻ വേണ്ടി ദൈവം ചില അവസ്ഥകളുണ്ടാക്കും. ഇപ്പം നമ്മൾ 1 സാമുവേൽ, ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ, എൻ്റെ നാത്തൂന് മക്കളുണ്ട്, എൻ്റെ അനിയത്തിക്കുണ്ട്, ചേട്ടത്തിക്കുണ്ട്, എനിക്ക് മാത്രം മക്കളില്ലേ, എന്നോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കണവരുണ്ട്. കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. എല്ലാവർക്കും അവർക്കെല്ലാം ആ മക്കളെ കൊടുത്ത് എനിക്ക് മാത്രം 3 പെൺമക്കളെ തന്ന് എന്തെല്ലാം ചോദ്യങ്ങളാണ്. ദൈവത്തിനെ കൈ കിട്ടുകയാണെങ്കിൽ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിനെങ്ങാനും മനുഷ്യൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ ചോദ്യം മാത്രം. എന്താ കാര്യം? എൻ്റെ അനിയത്തിക്ക് 2 ആൺമക്കളെ കൊടുത്തു, എൻ്റെ ചേട്ടത്തിക്ക് 2 ആൺമക്കളെ കൊടുത്തു, എനിക്ക് 2 പെൺമക്കളെ തന്നിരിക്കണത്. പെൺമക്കളെ കേൾപ്പിച്ച് പറയത്തില്ല. അവരെങ്ങാനും പറഞ്ഞാൽ അവരെ തന്നെ അപ്പം തന്നെ വനിതാ കമ്മീഷനിൽ പോവും. അത് മനസ്സിൽ പറയും.
പെൺമക്കളെ കിട്ടിയതൊക്കെ എന്നാ കുഴപ്പമുണ്ടായത് അവർ വേണേൽ അവിടെ നിന്ന് ചോദിക്കും. ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ പേര് ബോൾഡ് എന്നല്ലേ, അല്ലെ പെൺപിള്ളേരുടെ പേരിലല്ലേ, അവർ ബോൾഡാണ് തോന്നണത്. പറയണത് ചിലപ്പോൾ ഈ ബോൾഡിൻ്റെ പേരിൽ അഭ്യാസമായിരിക്കും പറഞ്ഞത്, എന്തും ആയിക്കോട്ടെ. പക്ഷേ ചില സമയത്ത് ആൾക്കാർക്ക് അങ്ങനെ തോന്നും ദൈവത്തോട് ചോദിക്കാൻ. കാര്യം അത് ദൈവത്തിൻ്റെ നിധിയാണെന്ന് നീ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയതും കിട്ടാത്തതും ഒരുപോലെ ഇരിക്കും. നിധി എപ്പോഴും നിധിയാകണം എങ്ങനെയാണ്? നിധി തിരിച്ചറിയുമ്പോഴാണ്. 2 പെൺമക്കളെ കിട്ടിയിരിക്കണം, അത് നിധിയാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ നിനക്കറിയാൻ പറ്റണില്ല. നീ എപ്പോഴും നോക്കണത് അയൽവാസിക്ക് 2 ആൺമക്കളാണ്, അപ്പുറത്ത് 2 ആൺമക്കളാണ്, അനിയത്തിക്ക് 2 ആൺമക്കളാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിധി തിരിച്ചറിയാത്ത ആൾക്കാർ ഒത്തിരിയുണ്ട്. കർത്താവ് നമ്മുടെ ഇതില്ലേ, ഈ കർത്താവ് എപ്പോഴും പറഞ്ഞത് നിധി എപ്പോഴും തിരിച്ചറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തന അതായത് മത്തായി ശ്രീകാരുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിധി തിരിച്ചറിയാൻ പറയുന്നുണ്ട്. മത്തായി ശ്രീകാരുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതായത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ സ്വർഗരാജ്യം ചിലപ്പോൾ 2 പെൺമക്കളിലൂടെ ആയിരിക്കും ദൈവം നിനക്ക് തരണത്. കാര്യം നിൻ്റെ ദൈവഹിതം അതായിരിക്കും. ചിലപ്പോൾ നിനക്ക് മക്കളില്ലാതായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ ദൈവരാജ്യം അതായിരിക്കും. എന്താ കാര്യം? 1 സാമൂൽ 1:5 വായിക്കണേ വെച്ച്. 1 സാമൂൽ 1:5. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും ആര് സ്നേഹിച്ചിരുന്നെങ്കിൽ എൽക്കാന, അത് വേറെ വിഷയം. പറ. അവർക്കൊരംശം മാത്രമേ സമ്പത്ത് നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. അതാണ് അവസ്ഥ. അതാരും ആക്കിയതല്ല, കർത്താവ് അവളെ വന്ധ്യയാക്കിയെന്ന്. ഇപ്പം കർത്താവിന് ഈ അവസ്ഥ ഉണ്ടാക്കുന്ന വിഷയമുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ ദൈവമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കളികളെല്ലാം പഠിക്കേണ്ടി വരും. ചില വിഷയത്തിൽ കർത്താവ് തന്നെ അങ്ങനെ ഡെലിബറേറ്റായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യണ സമയത്ത് ഇപ്പം നീ അവൻ അത്യുന്നതിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുകയൊക്കെ മറിയത്തോട് പറയുമ്പോഴും മറിയം ഉടനെ പ്രൈസ്തലോടൊന്നും പറയണ്ട, കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞത് ആരാണ്? പ്രൈസ്തലോടെന്ന് പറയേണ്ട കാര്യമാണത്. മറിയത്തിനെ കൊണ്ട് എന്തുകൊണ്ടാണ് പ്രൈസ്തലോടെന്ന് പറയിപ്പിക്കാതെ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്? ഈ അത്യുന്നതിൻ്റെ പുത്രന് വിളിക്കപ്പെടുന്ന മുമ്പ് 2-3 പരീക്ഷ ഉണ്ട്, അതാണ് കുഴപ്പം. വേറെ കുഴപ്പമൊന്നുമില്ല. ഗെത്സെമനിൽ ഒന്ന് കിടക്കണം, ചോര പുറത്തുനിന്ന് വരും, വേറെ കുഴപ്പമൊന്നും. വേർപ്പിന് പകരം ചോര വരും പുറത്ത്. കുരിശേ കിടക്കണം, അത് തുണിയില്ലാതെ കിടക്കേണ്ടി വരും. അത്യുന്നതിൻ്റെ പുത്രനെ വിളിക്കണ മുമ്പ് 2-3 പരീക്ഷ ഉണ്ട്. അതുകൊണ്ട് നീ ഉടനെ കയറി പൈസയോടൊന്നും പറയണ്ട, ആ പരീക്ഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. ആ പരീക്ഷയെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയപ്പോൾ മറിയം പറഞ്ഞ് മൈ സോൾ മാഗ്നിഫൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ഈ പരീക്ഷയെക്കുറിച്ച് പിടികിട്ടിയപ്പോഴാണ്. പരീക്ഷ തുടങ്ങിയല്ലേ അവർ. എലിസബത്തിൻ്റെ വീട്ടിലോട്ട് ഔസേപ്പിതാവ് സംശയിക്കുന്ന സമയത്ത് എലിസബത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നതോടുകൂടി അവരുടെ പരീക്ഷ തുടങ്ങി. അപ്പോൾ അതിനുള്ള പരിശുദ്ധാത്മാവ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ജ്ഞാനം കിട്ടിയപ്പോഴാണ് പറഞ്ഞത്, ഇത് ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. അതുകൊണ്ട് നിനക്ക് പറഞ്ഞിരിക്കണ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിപാടിയാണ്. എന്തെല്ലാം വിഷയമുണ്ട് നീ ഹൃദയം സംഗ്രഹിക്കണം. കുരിശ് കഴിഞ്ഞ് മാത്രമേ നമുക്ക് തമ്മിൽ കാണാൻ പറ്റത്തുള്ളൂ. അയ്യോ, അമ്മയോട് പറയണതാണ് അപ്പ, മോളെ ഒന്നും വിചാരിക്കരുത്, 10-32 വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് തമ്മിൽ കാണാൻ പറ്റത്തുള്ളൂ. അതുവരെ കാണാത്ത ദൈവത്തിൻ്റെ വചനം കാണാതെ വിശ്വസിച്ചുകൊണ്ട് അമ്മ ജീവിക്കും. ശ്രുതികട്ടെ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ചാലുവിൽ പലപ്പോഴും ഒരു ആബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉടമ്പടിയുടെ ചില വിഷയങ്ങളുടെ പേരിൽ ചിലപ്പോൾ അതിൻ്റെ പ്രാർത്ഥനാ ബന്ധത്തിൻ്റെ
ആ ഒരു വഴികളിലെ ആബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം ലാസർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. ആ അവസ്ഥ ക്രിയേറ്റഡ് ബൈ ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആരാണ്? അവളെല്ലാം ഉണ്ടായതല്ല. അതായത് കർത്താവിൻ്റെ പരിപാലനയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണത്. അപ്പം കർത്താവിന് ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം നിനക്ക് ഒരു കാര്യം താമസിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ വീട് താമസിക്കുന്നു, അല്ലെങ്കിൽ മക്കളുടെ നന്മയിലേക്ക് വരാനുള്ള തിരിച്ചുവരവ് താമസിക്കുന്നു. അപ്പം നീ അത് ഞാനത് പോയതാരെ കൂട്ടിയെന്ന്. ചില ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. ഈ മക്കളൊക്കെ ചില സമയത്തൊക്കെ അവർ പ്രാർത്ഥിക്കും. ഞാൻ പറയും, നിങ്ങളുടെ മക്കൾ കണ്ടവൻ്റെ പുറകെ പോയാലും തന്നെ നിങ്ങൾ മരണം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം എന്താ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തം. അതിന് ദൈവത്തോട് ചെയ്യാൻ പറ്റണത് എന്താണ്? അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പോയത്. അവരുടെ ഒരു പെട്ടെന്നുണ്ടായിരുന്ന ഹൃദയത്തിൽ വഞ്ചന വരികയില്ല ചില സമയത്ത്. അങ്ങനെ ഒരു വചനമുണ്ട് 44 ഐസയ 44:20. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. വെണ്ണീർ ഭുജിക്കുന്നു, അവൻ വെണ്ണീർ ഭുജിക്കുന്നു. അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു. അങ്ങനെ സംഭവിക്കാം മക്കൾക്ക്. ഇപ്പം സങ്കര വിവാഹമൊക്കെ നടക്കണം. അങ്ങനെയാണ് ഈ സംഭവമാണ്. അവന് വെണ്ണീർ ഭുജിക്കുന്നു. പക്ഷത്തിന് പകരം കർത്താവിൻ്റെ ദിവ്യ കുർബാന സ്വീകരിക്കാൻ കഴിവുണ്ടായിരുന്ന ആളാണ്. അതിന് പകരം വെണ്ണീർ ഭുജിക്കുന്നു. ദിവ്യകുർബാന ജീവൻ്റെ അപ്പം, നിത്യജീവൻ്റെ അപ്പം ഭക്ഷിക്കാൻ അർഹതയുണ്ടായിരുന്ന ആളാണ്. പക്ഷേ എന്തു പറ്റി? അവൻ്റെ 44:20 ഒന്ന് വായിച്ചേ. അവൻ വെണ്ണീർ ഭുജിക്കുന്നു. അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം, അല്ലെങ്കിൽ അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം, അല്ലെങ്കിൽ അവളുടെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിച്ചു, അല്ലെങ്കിൽ അവളെ വഴിതെറ്റിച്ചു. വഞ്ചിക്കപ്പെട്ട ഹൃദയത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ സാധനം പെട്ടെന്ന് ദൈവത്തെ മറന്നു കളയും. നമ്മുടെ ബുദ്ധിക്കും ബോധത്തിനും ശരീരത്തിലൊക്കെ പറ്റുന്ന ഒരാളെ കണ്ട നമ്മുടെ വിശ്വാസം നോക്കാതെ, ഇപ്പം വിശ്വാസം വിറ്റ് തന്നെ ആൾക്കാർ അത് വാങ്ങിക്കും. കാര്യം ഈശോ പറഞ്ഞത് നമ്മളുടെ ആസ്തികളെ വിറ്റിട്ട് വിശ്വാസം വാങ്ങിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്. പക്ഷേ സാത്താൻ പറഞ്ഞത് വിശ്വാസം വിറ്റിട്ട് പുറത്തുള്ള ലോകത്തിൻ്റെ നന്മകളെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചില ആൾക്കാർക്ക് ഈ പോലെ 40-20 സംഭവിക്കും. അവർ വെണ്ണീർ ഭുജിക്കും. കാരണം അവർ വഞ്ചിക്കപ്പെട്ട ഹൃദയം. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോണ പെൺപേരില്ലേ, എന്തെല്ലാം പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ വരണത്. അവർ അങ്ങനെ പോകുന്നവരെ ഞാൻ കുറ്റം പറയണതല്ല. പോകുന്നവരുടെ മേലെ അമ്മയ്ക്കും അപ്പനും ഒരു കണ്ണുണ്ടാവണം എപ്പോഴും. അവർ പ്രാർത്ഥിച്ചോ. ഇപ്പോൾ മക്കളെയൊക്കെ നമ്മൾ കാനഡ ആയാലും അമേരിക്കയിലും സ്വിറ്റ്സർലൻഡൊക്കെ വിടാൻ വേണ്ടി എന്തുമാത്രം ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ആൾക്കാരെ. പക്ഷേ ഉടമ്പടി ചെയ്ത് അവർ പോയി കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കണത് മകനെ, ബാങ്ക് ലോണുകാർ ഇന്നലെ പേപ്പർ വിട്ടായിരുന്നു, പൈസ ആയില്ലേ? ആ പൈസ അപ്പോൾ പറഞ്ഞ് അതിപ്പോൾ കിട്ടും, ഇപ്പോൾ ഈ പ്രാവശ്യത്തത് വാടക കൊടുത്തു, ഞങ്ങൾ വീടെടുക്കാൻ പോകുന്നുണ്ട്, ആനയെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കും. അപ്പോൾ അമ്മ പറയും, നീ അതൊന്നും എന്നോട് സംസാരിക്കണ്ട, ബാങ്കുകാർ വീടും ജപ്തി ചെയ്തുകൊണ്ട് പോകുകയുള്ളൂ, നീ എന്നെ പെണ്ണുമ്പിളക്ക് കാശ് കൊടുത്തിട്ടാണ്. വിഷയം മാറി. ഈ വേറെ രാജ്യത്ത് താമസിക്കുന്നതിനോട് അവർ ചെയ്യാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് പറയത്തില്ലേ? അതോടുകൂടി അമ്മയും മകനും തെറ്റി. പിന്നെ കാശുമില്ല, ആളുമില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല. എൻ്റെ മക്കളെ എന്തൊക്കെ പറഞ്ഞാൽ ഈ കൈവിട്ട് നിൽക്കുന്നവരോട് വളരെ പാകതയോടെ സംസാരിക്കണം. കൈവിടാതെ ഞാൻ ഒരു ദിവസം ഈ യോർദാനിലൊക്കെ പോയി ഇറങ്ങി. ഒരു ദിവസം ഒരു ദുഃഖ വെള്ളിയാഴ്ച, അത് മഴയും പെയ്തു, യോർദാനിൽ മഴ പെയ്യണ ദിവസമായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നതിന് ശേഷം ദുഃഖ വെള്ളിയാഴ്ചയോ കർത്താവോ ആരും അറിയാത്ത ഒരു ജനത, ആ അന്തരീക്ഷം പോലും ദുഃഖ വെള്ളിയാഴ്ച അന്തരീക്ഷമല്ല, നമ്മൾ അറിയുന്നവരാരുമില്ല. ഞാനോർത്ത് എൻ്റെ ദുഃഖ വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പരം ഞാൻ ജോർദാനിൽ വെച്ച് അറിയണത്. ഇത്രയും വലിയൊരു നഷ്ടമായി പോയില്ലെന്ന് ഈ ഒരു വരവ്. അതിൻ്റെ കേട് ഞാൻ തീർത്ത ജോർദാനിൽ ഇറങ്ങി 1 മണിക്കൂർ നിന്ന് ജോർദാൻ നദി ഇറങ്ങി കൊന്തയില്ലാണത് എൻ്റെ സങ്കടം തീർത്തത്. പക്ഷേ ചില സമയത്ത് കൈവിട്ടാൽ, നമ്മൾ ഇവിടുന്ന് പോയാൽ എപ്പോഴും നമ്മളറിയണം വേറെ ഒരാളാണ് നമ്മൾ. അതിൻ്റെ ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ
എന്തെല്ലാം പറഞ്ഞാൽ കുറേ സൗമ്യതയും കുറേ ശാന്തതയും ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം പോകും. അത് വളരെ അമ്മമാരോട് അവർക്ക് വേണ്ടി ഇൻ കേസ് ഈ വഞ്ചിക്കപ്പെട്ട ഹൃദയത്തിൽ ഇപ്പം ചില ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ സ്വാഭാവികമായ ഒരു പണ്ടത്തെ പോലെയുള്ളൊരു ഫ്ലോ കിട്ടുന്നില്ലെങ്കിൽ അവളുടെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കണം, അവൻ്റെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കണം. പക്ഷേ നീ എന്ത് ചെയ്യണം? നീ അമ്മയെപ്പോലെ സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ വിഷയം. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, അമ്മയെന്ന രീതിയിൽ ബാങ്ക് ലോൺ അടക്കാനായല്ലോ, ബാങ്കുകാരെ പേപ്പർ വിട്ടിട്ടുണ്ടല്ലോ, പിന്നെ അനിയത്തിയുടെ മകളുടെ ബൗത്തീസ് വരുന്നല്ലോ, മകളുടെ ബൗത്തീസ് വരുന്നല്ലോ, അനിയത്തിക്ക് പെങ്ങൾക്ക് പെങ്ങളുടെ മകൻ്റെ കുർബാനയ്ക്കുള്ളപ്പോഴാണല്ലോ, അങ്ങനെയാണല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ അവരോട് പറയും. അതിനൊക്കെ അന്നില്ല, ഞാൻ പൈസ അയക്കുന്നുണ്ട് അമ്മ നോക്കിയില്ലേ, കഴിഞ്ഞ ആഴ്ച തന്നതിന് കഴിഞ്ഞ മാസം തന്നതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് തന്നിരിക്കണത്, അതൊക്കെ തീർന്നല്ല എന്ന് പറയും. ഇങ്ങനെ കാശ് അയക്കണില്ലെന്നല്ലാതെ നീ കഴിഞ്ഞ ദിവസം കുർബാനയ്ക്ക് പോയായിരുന്നോ, നോൻപായിരുന്നല്ല തുടങ്ങിയത് എന്ന് അമ്മമാർ ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഉഡായിപ്പ് അമ്മയാണ്. അമ്മയുടെ വേഷം കെട്ടി നടക്കണ സാക്ഷാത്ത് തള്ള. എന്താ കാര്യം? അമ്മയാണെങ്കിൽ ദൈവപൈതലിൻ്റെ മക്കളെ അമ്മേനെയാണ് മാതാവിനെ അമ്മയെന്ന് വിളിക്കുന്നത്. സാധാരണ മനുഷ്യന്മാരെ ജനിപ്പിക്കണത് ആൾക്കാരൊക്കെ തള്ളെന്ന് വിളിക്കണത് ഇല്ലേ, തള്ളപ്പട്ടി തള്ളപ്പശു എന്നൊക്കെ പറയത്തില്ല നമ്മൾ. അങ്ങനെ ദൈവത്തിനെക്കുറിച്ച് ചോദിക്കണം അവരോട്. എന്നിട്ട് നീ വചനം വായിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാതെ നിങ്ങൾ അവിടുന്ന് ഇവൻ കയറിപ്പോണ വരെ മുഴുവൻ പ്രാർത്ഥന, കയറിക്കഴിഞ്ഞാൽ മുഴുവനും പണം, അങ്ങനെ രീതി പോകരുത്. ഈ വിഷയത്തിലെല്ലാം ഹൃദയം വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു, മനുഷ്യനെ വഴിതെറ്റിക്കണം. അങ്ങനെയാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി അമ്മയ്ക്കും അപ്പനും കാവലുണ്ട്, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു കാവലുണ്ട്. അപ്പം അത് നമ്മുടെ ജോലിയാണത്. നമ്മൾ വാച്ച്മാനാണ് ആ കാര്യത്തിൽ. വാച്ച്മാനും വാച്ച് ഉമ്മണം. നമ്മുടെ കയ്യിൽ നിന്ന് കാണാമറയത്ത് പോയ മക്കൾക്ക് നമ്മൾ വാച്ച്മാനായ ദൈവത്തിരുസന്നിധിയിൽ നിൽക്കും. കാണാമറയത്ത് പോയ മക്കൾക്ക് വേണ്ടി നമ്മൾ വാച്ച് ഉമ്മണായിട്ട് കർത്താവിന് തിരുസന്നിധിയിൽ നിൽക്കും. അങ്ങനെയുള്ളവർക്ക് ആ ബോധം ഉണ്ടായി ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നൽകും. അത് നിങ്ങൾ പേടിക്കണ്ട, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നിങ്ങൾ ദൈവതിരുസന്നിധിയിലാണ് അവർക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ നിൻ്റെ മകൻ നിനക്ക് നഷ്ടപ്പെടത്തില്ല, നിൻ്റെ മകൾ നിനക്ക് നഷ്ടപ്പെടത്തില്ല, കുടുംബത്തിൽ നഷ്ടപ്പെടത്തില്ല. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, സ്നേഹമേ കാത്തിരിപ്പൂ ഞാൻ തിരുമുഖം ഓർത്തിരിപ്പൂ ഞാൻ സ്നേഹമേ കാത്തിരിപ്പൂ ഞാൻ യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, രോഗമുള്ളിടത്തെല്ലാം കർത്താവ് കൃപ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. മഴ പോലെ കർത്താവ് വചനങ്ങളെ, പുതിയ വചനങ്ങളെ എടുത്തെടുത്ത് നമുക്ക് തന്നു. കർത്താവ് വചനത്തിൻ്റെ ജ്ഞാനങ്ങൾ നൽകി, ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ നമുക്ക് തന്നു. ഇതെല്ലാം ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ സങ്കീർത്തനം 119:75 അനുസരിച്ച് കൊണ്ട് വിശ്വസ്തതയാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴ് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ് രോഗമുള്ളത്, കൈ നെഞ്ചത്ത് വെച്ച് നെഞ്ചിലെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, തൊണ്ടയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാം, ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കാം, പിൻകഴുത്തിൽ വെച്ച് പ്രാർത്ഥിക്കാം, അടിവയറ്റിൽ വെച്ച് മറിച്ച് പ്രാർത്ഥിക്കാം. എവിടെയാണ് നിൻ്റെ കൈകൾ, എവിടെയാണ് നിനക്ക് വേദന ഉള്ളത്? കരളിനാണോ, കഴുത്തിനാണോ, ഹൃദയത്തിനാണോ, ശിരസിനാണോ, പ്രഷറിനാണോ, എവിടെയാണ് വേദനയുള്ളത്? വാതരോഗികളെ കൈ പിണച്ചു വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദിനത്തിന് പ്രാർത്ഥിക്കുക. കർത്താവേ,
കർത്താവേ, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. വിവിധ രോഗികൾ കർത്താവേ, ഇപ്പോഴേ അങ്ങയുടെ തിരുസന്നിധി അങ്ങയുടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ രോഗത്തിൻ്റെ പേരെടുത്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവേ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെയുള്ള ഓരോ കോശങ്ങളിലും ഓരോ ശ്വാസങ്ങളിലും വരുന്ന രോഗങ്ങളെ കർത്താവേ, നിന്റെ നിശ്വാസത്താൽ കർത്താവേ നീ അഭിഷേകം ചെയ്യണമേ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞരമ്പുകളിലെ, നാഡികളിലെ, കോശങ്ങളിലെ, പേശികളിലെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങള്, തിരവേദികള് യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, മക്കൾ ദുർനടപ്പിൽ പോയവര്, ഇങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകളിൽ ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് സാമ്പത്തിക ബാധ്യതപ്പെട്ടിരിക്കുന്നവർ, ചെറിയ വരുമാനം കൊണ്ട് കർത്താവ് കുടുംബം ജീവിക്കാൻ പറ്റാതിരിക്കുന്നവർ, കർത്താവ് ഓരോ സ്ഥലത്ത് കർത്താവ് നടന്നെറുകട്ടെ, വണ്ടി കയറാത്തവർ, നടന്നു പോകാത്തവർ, ആരും വിൽക്കാത്തവർ, പുരയിടങ്ങൾ, ആരും വാങ്ങാത്ത പുരയിടങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ സംഭവം ഏടാകുടങ്ങളിലും കാട്ടിലും മേട്ടിലും കർത്താവ് അകപ്പെട്ട് ജീവിക്കുന്നവരെ, കർത്താവ് പെമ്മക്കൾ മാത്രമുള്ള കാരണം അവരെ വിട്ടും വെച്ച് ഇവിടുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥകളിലുള്ളവർ, ഇങ്ങനെ ഓരോരോ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കർത്താവ് മക്കൾ അനുഭവിക്കണം ഈശോയെ. ഓരോരോ രാജ്യത്ത് പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ, പരീക്ഷ തോക്കുന്നവരെ കർത്താവ്, പരീക്ഷ കർത്താവെ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവരെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവെ, ശരീരത്തിൽ കർത്താവ് മുഴയുള്ളവർ, സിസ്റ്റുള്ളവർ, ഗർഭപാത്രത്തിൽ സിസ്റ്റുള്ളവർ കർത്താവ്, അരസസ് ഉള്ളവർ, അൾസർ രോഗികൾ കർത്താവ്, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ കർത്താവ്, വലിവ് രോഗികൾ, ആസ്മ രോഗികൾ കർത്താവ്, നടുവിന് വേദന ഒരു കിഡ്നി രോഗികൾ കർത്താവ്, സ്പോണ്ടിലോസ് അസുഖമുള്ള കർത്താവ്, തൈറോയ്ഡ് രോഗികൾ, ടോൺസിൽ രോഗികൾ കർത്താവ്, തലച്ചോറ് കർത്താവ്, മരയിപ്പുള്ളവർ, ബ്ലോക്കായവർ, സ്ട്രോക്കായവർ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ കർത്താവ് ബ്ലോക്കുള്ളവർ, തലച്ചോറിന് സ്ട്രോക്കുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, മാരക രോഗങ്ങള് യേശുനാമത്തിൽ, അമ്മ മാതാവിന്റെ മധ്യസ്ഥതയില് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടിയിൽ നിന്നുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കട്ടെ. അതീവമായ ദിവ്യകൃപ ചിന്തിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. നീ മുട്ടയിൽ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. കൃപാസന എഴുന്നള്ളിയിരിക്കുന്ന, ജ്വലിച്ച് നിൽക്കുന്ന ഈശോ തൻ്റെ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിൻ്റെ സങ്കടങ്ങളെ സമർപ്പിക്കുക. അച്ഛൻ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ സങ്കടങ്ങൾ എപ്പോഴും സമർപ്പിക്കുക. നമുക്ക് സമാപനാശീർവാദമാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ. ഇരു കരങ്ങൾ ഉയർത്തി അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ ദിവികാരുണ്യ ഈശോ നിങ്ങളെയും നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ ദിവികാരുണ്യത്തിൻ്റെ മുദ്ര പതിക്കപ്പെടുകയാണ്. കർത്താവായ ഈശോയുടെ വലിയ അഭിഷേക ശക്തി ഈ ആരാധനയിലൂടെ നൽകപ്പെടുകയാണ്.
നിങ്ങൾ പ്രാർത്ഥിച്ച ഓരോ രോഗങ്ങളുടെ മേൽ, ദുരിതങ്ങളുടെ മേലും ദിവ്യകാരുണ്യത്തിന്റെ മുദ്ര പതിയുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയെടുത്ത മക്കളെ അവരെ സ്പർശിക്കണമേ, അവരുടെ ആർദ്രയോഗങ്ങൾ ഏറ്റെടുക്കണമേ. കർത്താവേ, അനേകായിരം പേര് ബഹുമാനപ്പെട്ട ജോസഫിന്റെ കയ്യൊപ്പുറത്തിലൂടെ സ്വീകരിച്ചു പോയ രോഗികളെ കർത്താവേ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കണമേ. കൊറോണ വൈറസ് രോഗികള്, ഒമിക്രോൺ വൈറസ് രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഈ ശുശ്രൂഷ കർത്താവേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ടെലിവിഷൻ ചാനലിലൂടെ കണ്ട് പ്രാർത്ഥിക്കുന്നവരെ അവരുടെ നിയോഗങ്ങളെ സ്പർശിക്കണമേ. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ പ്രാർത്ഥിച്ചവരെ സ്പർശിക്കണമേ കർത്താവേ. ലോകം മുഴുവനായിരിക്കും ഓരോ മക്കളെ സ്പർശിക്കണമേ കർത്താവേ. തിരുസഭയെ സ്പർശിക്കണമേ കർത്താവേ. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കാൻ കർത്താവേ, അമ്മയുടെ ഭക്തി ലോകം മുഴുവൻ അഭിഷേകമായി തീരാൻ, ഉടമ്പടി പ്രാർത്ഥന ലോകം മുഴുവൻ ജനതയ്ക്ക് അനുഗ്രഹമായി തീരാൻ കർത്താവേ തിരുസഭ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ചേർത്ത് പിടിക്കുന്ന നന്ദി പറയുന്നു. ഓരോ അഭിഷേകമാണ് നന്ദി പറയുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ തലസ്വമി നിയോഗങ്ങൾ നന്ദി. അമ്മേ പരിശുദ്ധതേ മാതാവേ,